കാലങ്ങളായി ഡീഫോൾട്ട് ഓടുന്ന ഒരു ആപ്പ് ഉണ്ട് ഈ ബ്ലൂടൂത്ത്. ഇതിന് എനിക്ക് അതിന് കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചർ, അതായത് ഒരു സ്വിച്ച് നിൽക്കുക, ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാൻ കൂടി എങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാം. അപ്പോഴാണ് എൻ്റെ മുന്നിൽ ചാടി വന്നൊരു അടിപൊളി MIT ആപ്പിന് വേണ്ടി ലോക്സീക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഒബ്സിഡിയൻ്റെ ബാക്കിൽ ഒരു ഓപ്പൺ സോഴ്സ് വെർഷൻ ആണ് ലോക്സീക്ക്. ഞാനൊരു 3 കൊല്ലമായിട്ട് ഞാൻ ലോകസീക്കുവാണ്. ക്ലൗഡ് ഇതുവരെ അവർ സപ്പോർട്ട് കൊണ്ടുവന്നിട്ട് അതായത് ക്ലൗഡ് സപ്പോർട്ട് കൊണ്ടുപോയാ. അപ്പൊ എനിക്കെന്താ എന്റെ 10-20 ലോസ് എന്റെ ഫോണിൽ കുറെ ഭാഗമുണ്ട്, ഫോണിൽ ലാപ്ടോപ്പ്. അതാണ് കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ പ്രശ്നം കണ്ടിരിക്കുക. നമുക്ക് ഗിറ്റ് ഉണ്ടല്ലോ, എപ്പോഴും ഏത് ഡിവൈസ് ഇതാക്കുമ്പോൾ നമുക്ക് ഗിറ്റിലേക്ക് സാധനം ഓട്ടോമാറ്റിക്കലി സിങ്കാണ്. ഇതാണ് ഐഡിയ. ഇതെങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് നമ്മളതവിടെ സെറ്റ് ആക്കി. ശരി, അവരെ ഫോൾഡേഴ്സ് ആയിട്ടാണ് അതായത് മാർക്ക് ഡൗൺ ലൈൻ കിടക്കുന്നത്. അതാണ് ഐഡിയ. ഇത് എങ്ങനെ ചെയ്യും, എന്തിനോട് ഇംപ്ലിമെന്റ് ഒന്നുമില്ല. ഒരു ബെറ്റർ ഗിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഗിറ്റ് വഴി ഞാൻ ഇത് ആക്ച്വലി ഫുള്ള് സിങ്ക് ചെയ്യാം. കാരണം ഞാൻ ഗിറ്റ് വഴി ഇനീഷ്യലി സിങ്ക് ചെയ്യാൻ നോക്കി. നമ്മൾ മാനുവലി സിങ്ക് ചെയ്യുമ്പോൾ കോൺഫ്ലിക്ട്സ് വരും, സെറ്റപ്പ് ചെയ്യാൻ ഭയങ്കരമാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇതൊന്ന് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പൊ എന്റെ അത് റസ്റ്റിലാക്കി ഒരു ബിൽഡ് ചെയ്തത്. അതാണ് ഇപ്പൊ എന്റെ ഇപ്പത്തെ ഒരു പരിപാടി. സോ ഇതാണ് അജണ്ട. ഞാൻ കുറച്ച് നാളായിട്ട് കമ്മ്യൂണിറ്റികളിലും അല്ലെങ്കിൽ പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പ്രിവിലേജ് ഉണ്ട്. കുറെ ഇൻട്രസ്റ്റിംഗ് മേക്കേഴ്സോ അല്ലെങ്കിൽ എന്താ പറയാ കണ്ടിന്യൂസ്ലി ബിൽഡ് ചെയ്യുന്ന കുറെ സെറ്റ് ഓഫ് ആൾക്കാരെ കാണാനായിട്ടല്ല. എല്ലാവരുടെയും ജേർണി ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവരൊക്കെ എവിടെന്നെങ്കിലും ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഭയങ്കര കൂൾ സ്റ്റഫ് ബിൽഡ് ചെയ്യുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളോ പ്രൊജക്ട്സിലോ ഒക്കെ പാർട്ടാണെന്നുള്ള അതിനോ സാധനം. പക്ഷെ അത് നമുക്ക് എപ്പോഴും ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിട്ട് വേറൊരാളോട് പറയുമ്പോഴത്തേക്ക് പോയി അവരെന്തോ ഭയങ്കര ഏലിയനേറ്റഡ് ആൾക്കാരാണ്, അവര് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഭയങ്കര വലിയ ഭീകര പ്രൊജക്ട്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര IQ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു നോഷൻ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഋഷി, വെൽക്കം ടു ദ പരിപാടി. സോ ഇതിന്റെ അജണ്ട ഇത് തന്നെയാണ്. ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ അധികം മേക്കേഴ്സും അവര് ലൈഫിൽ സോഫാർ എന്തൊക്കെ സാധനങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്, അവരെങ്ങനെ അത് ബിൽഡ് ചെയ്തു, അവരത് ബിൽഡ് ചെയ്ത സമയത്ത് അവരെന്തൊക്കെയാണ് ആലോചിച്ചിട്ടുള്ളത്, ഇതൊന്നും അത്ര ഭയങ്കര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ബിൽഡ് ചെയ്ത് തന്നെയാണ് ഇവരും ഇതൊക്കെ സാധനങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നുള്ള കൈൻഡ് ഓഫ് സാധനങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ആൾക്കാരോട് ഷെയർ ചെയ്യുന്നുണ്ട് അവസാനം. സോ കോഴിക്കോടാണ് വീട്, നാട്, സ്ഥലങ്ങളൊക്കെ. ഐ മീൻ പെട്ടെന്നൊരു ഓടിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെറുപ്പകാലം തൊട്ട് പെട്ടെന്ന് ഇവിടെ പറയാം. സോ എന്താ പറയാ, ഞാൻ കോഴിക്കോടാണ്. പിന്നെ എന്താ പറയാ LKG മുതൽ +2 വരെ ഒരേ സ്കൂളിലാണ് പഠിച്ച്. ദെൻ പിന്നെ അങ്ങോട്ട് കുസാലിലേക്ക് മൂവ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടി സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് ഞാൻ ഭയങ്കര വർഷം. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പോൾ ഓക്കെ, ഞാന്, അച്ഛൻ, അമ്മ, അനിയത്തി, അതോ അങ്ങനെ 4 പേര്. ഏത് ടൈം പീരീഡ് അപ്പൊ ഇങ്ങനെ ഒരു ക്രേസ് ഓഫ് സാധനം അല്ലെങ്കിൽ എന്തിനാ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, സോ ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞു 6th ആയിരിക്കും തോന്നുന്നുണ്ട്. സിക്സ്ത് എന്ന് പറയുമ്പോൾ 6ാം ക്ലാസ് പഠിപ്പിച്ചില്ല, അത്ര വലിയതല്ല. നമ്മൾ ഇത് ഈ കമ്പ്യൂട്ടർ ആ ടൈമിലേക്ക് എൻ്റെ ഒരു 4 i3 ഒരു പണ്ടത്തെ വീട്ടിൽ ഒരു ഫാമിലി സെറ്റപ്പ് ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇതില് നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഈ സൈബർ ലിങ്ക് പവർ ഡയറക്ട് 12 എന്ന് പറഞ്ഞൊരു വീഡിയോ എഡിറ്റർ ഉണ്ട്. ആ ടൈമില് ഭയങ്കര വേണം, ഇപ്പൊ സപ്പോർട്ട് ഒന്നുമില്ല. അപ്പൊ ആ സംഭവം എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക. സ്റ്റോപ്പ് മോഷൻ ഇല്ലേ, സ്റ്റോപ്പ് മോഷൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ആക്ച്വലി ക്ലേ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് പ്ലേയുടെ കൊടുത്ത് ഇങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങനെ ഓരോരോ ഒബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക, പക്ഷെ അതിങ്ങനെ ബിൽഡ് ചെയ്യുന്ന ജേർണി ഇങ്ങനെ ഭയങ്കര സിമ്പിൾ സംഭവം. അപ്പൊ അങ്ങനെ ചെറുതായി. പിന്നെ അതിന്റെ ഇടയിൽ ഇതേപോലെ തന്നെ കുറച്ചും കൂടി എന്താ പറയാ ഇങ്ങനെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക, വീഡിയോ എഡിറ്റിംഗ് പരിപാടി തുടങ്ങിയത് 6th 7th 8th ആ ടൈമിൽ. ചെയ്യാനുള്ള കാരണം ഓക്കെ, മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ രസമല്ലേ, അത്രേ ഉള്ളൂ ബേസിക്കലി. കാരണം നമ്മളിപ്പോ സിനിമയിൽ ഇപ്പൊ സ്റ്റോപ്പ് മോഷൻ കാണോ അങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെയാ ചെയ്തത്. സ്റ്റോപ്പ് മോഷൻ ഇതാണ് ഇപ്പോ വലിയ പണി, ഓരോ ഫ്രെയിമിൽ ഓരോ ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതിനെ പിടിച്ച് ഒരുമിച്ചൊക്കെ ഇതൊക്കെ കഴിയും. അപ്പൊ ഓക്കെ നൈസ് ഇതാക്കുക. അപ്പൊ എന്റെ അച്ഛൻ ഡോക്ടറാണ്. അപ്പൊ മൂപ്പറിന്റെ ക്ലിനിക്കിൽ എക്സ്റേന്റെ ഒരു പരിപാടി ഉണ്ട്, എക്സ്റേന്റെ എടുക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയൺമാന്റെ ഇത് ഇല്ലേ, ഒരു ഹെഡ്സ് ഓൺ ഡിസ്പ്ലേ. അപ്പം ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതിന്റെ ഒരു ഇത് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെ റിക്രിയേറ്റ് ചെയ്യണം ഭയങ്കര. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പക്ഷെ അയൺമാന്റെ പറഞ്ഞ കണ്ണിൽ ഈ ലൈറ്റ് ഒരു സ്പെസിഫിക് ഷേപ്പിലുണ്ടാവുക ആ ഹള്ളിനെതിരെ. അപ്പൊ അതൊരു VFX വെച്ചിട്ടാണ് ചെയ്യുന്നത്. VFX ആ ടൈമിൽ എനിക്ക് വിവരമില്ലായിരുന്നു, പിന്നെ എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ എഫക്ട്സ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അതില് നമ്മളെ ഈ എക്സ്റേന്റെ ആ ഇതില്ലേ, അത് ഒന്ന് അടിയിലും വെച്ച് പിന്നെ മേലെ ഒരു ചാർട്ടും വെച്ച്, അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ആ ഷേപ്പ് കിട്ടിയിട്ട് ഒരു ഇതുണ്ടാക്കും. അങ്ങനെ ഓരോ ചെറിയ സാധനങ്ങൾ ചെയ്യും. പിന്നെ അതാ ബ്ലെൻഡർ പഠിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ എന്റെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് തോന്നുന്നത്. ആക്ച്വലി വേണമെങ്കിൽ എന്റെ യൂട്യൂബിന്റെ പണ്ടത്തെ ഭയങ്കര ക്രിഞ്ച് ചാനലാണ്. ആ ചെക്കൗട്ട് ചെയ്തൊക്കെ കാണാം. ഞാൻ എന്റെ അനിയത്തിന് ഒരു തോക്കും പിടിച്ചിട്ട് അത് കൊറോണയുടെ ടൈമിലാണ് തോന്നുന്നത്. ഓക്കെ,
അത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക്. അപ്പൊ കൊറോണയുടെ ടൈമിലൊക്കെ എന്നിട്ട് ബ്ലെൻഡറിനെ കൊണ്ട് ഒരു കൊറോണ തന്നെ ഉണ്ടാക്കിയിട്ട് അവള് ഇങ്ങനെ തോക്കും പിടിച്ചോടും. അപ്പൊ കൊറോണ ഇങ്ങനെ അതായത് ഒരു 12 സെക്കൻഡ് ക്ലിപ്പ് അത് ആക്ച്വലി കൂളായി. അതപ്പോ ബ്ലെൻഡറിലാണ് ചെയ്തത്. അത് ബ്ലെൻഡറിൽ കൊറോണ എല്ലാം നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതാണ് അതിന്റെ ഒരു രീതി. അങ്ങനെ അതങ്ങനെ ചെയ്ത് വല്ല വല്ല ഞാൻ ഓൺ ചെയ്ത് ആ ടൈമിലൊക്കെയാണ് ഈ ഡെവലപ്മെന്റ് സാധനം. അപ്പം എന്ന് പറഞ്ഞാല് ആ ടൈമിലൊക്കെ പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ സയൻസ് ഫെയർ സാധനമായിരുന്നു. അപ്പൊ നമ്മൾ കണ്ട വോൾക്കാനോ ക്ലാസിക് സാധനം ഒരു 10 വോൾക്കാനോ ഉണ്ടാവും, ഇതുണ്ടാവും. പഠിച്ചപ്പം ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. പ്രൈവറ്റ് ഇത്തരൊക്കെ ഈ സയൻസ് ഫെയർ സാധനമായിരുന്നു. അപ്പൊ ഒരു 10 വോൾക്കാനോ ഉണ്ടാവും. ഐ മീൻ ഞാനൊരു വോൾക്കാനോ ആയിരുന്നു ഒരു 6ാം ക്ലാസ്സിൽ ആ ടൈമില്. ഓക്കെ, ഒരു വോൾക്കാനോ ഉണ്ടാക്കി. പിന്നെ അവർ ആക്ച്വലി ഒരു പുതിയ സംഭവം ഇനിഷ്യേറ്റീവ് ഉണ്ട്, ഡിജിറ്റൽ ഫെസ്റ്റ് തന്നെ പരിപാടി. ആ ടൈമില് ഞാൻ അർഡിനോ സാധനമൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ബേസിക് അർഡിനോ സാധനങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ അർഡിനോ വരെ? ഓക്കെ, സോ അപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെ ഇതാക്കി നടക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ ഇതാക്കുമ്പോൾ ഈ ബ്ലെൻഡറിൽ പണ്ട് ഇങ്ങനെ എന്തോ കോഡിങ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോഴും ഉണ്ട്. ബ്ലെൻഡറിൽ പൈത്തൺ അപ്പൊ അതിൽ എങ്ങനെയോ ഞാൻ അതായത് ഈ എഡിറ്റ് ചെയ്യാൻ മാറ്റാണ് ഞാൻ ഈ കോഡിങ്ങിനെ പിടിച്ച് അറിയുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്തോ സംഭവം ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ല ബ്ലെൻഡർ അല്ല ആഫ്റ്റർ എഫക്ട്സ് മറ്റേ ജസ്റ്റ് ആ സ്പീഡ് നമ്മൾ കൊടുക്കൂലേ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ പോയത് സാധനമാണത്. ഒരു മീൻസ് മിസ് ആയി കിട്ടും, മൈ ബാഡ്. എനിക്ക് ഈ അർഡിനോ വരുന്നതിന് മുന്നേ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല അച്ഛൻ ഡോക്ടറാണ്. അച്ഛന് മറ്റേ ഓർഗനൈസേഷൻ മറ്റേ KGMI എന്നൊക്കെ പറഞ്ഞ ഗവൺമെന്റ് പരിപാടികളൊക്കെ ഉണ്ട് ഈ ഡോക്ടർമാരെ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ സൈറ്റ് വന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ടായിരുന്നു. അതിലേക്ക് വെബ്സൈറ്റ് എന്തെന്ന് റേഡിയൊന്നുമില്ല. അപ്പം പക്ഷെ നമ്മുടെ സ്കൂളിൽ 6ാം ക്ലാസ് മറ്റേ ചെറിയ HTML സൈറ്റ് മാർക്യൂട്ടാക്കി ഇങ്ങനെ പോകുന്ന കളറും മാറ്റി ആ സാധനം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്താ വേണ്ടിയിട്ടാ ഇതൊക്കെ തന്നെ മതിയാവും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ എന്താ അച്ഛനോട് ജസ്റ്റ് റാൻഡംലി പറഞ്ഞ് അത് എന്തായാലും ഒരു വലിയ കുഴപ്പമില്ല, അത് CS കുഴപ്പമില്ല, അതായത് സ്കൂളിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി നോക്കാം. അപ്പൊ ആക്ച്വലി KGMI ഒരു സൈറ്റ് ആക്ച്വലി ഞാൻ ആ ടൈമിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയെടുക്കൊന്നുമില്ല, ഇപ്പം ഇല്ല തോന്നിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പം ആ ടൈമിൽ ഒരു സൈറ്റ് ഉണ്ടാക്കി. അപ്പൊ അത് കണ്ടിട്ട് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ട് ആ ടൈമിൽ സത്യം പറയാൻ എനിക്ക് ഇപ്പത്തെ ഞാനാണെങ്കിൽ ഭയങ്കര ഇതാ. പക്ഷെ അപ്പത്തെ ഇത് വെച്ചാൽ അത്യാവശ്യം വലിയ ഹ്യൂജ് അച്ചീവ്മെന്റ് ആണത്. കാരണം ആ നോക്കി ഉണ്ടാക്കി പക്കാ സൈറ്റ് ഒന്നുമില്ല, ജാവാസ്ക്രിപ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് HTML CSS അത്രേ ഉള്ളൂ, അറിയില്ല. അപ്പൊ അങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടായി. നമുക്ക് ഇങ്ങനെയാണ് കോഡിങ്, ഇങ്ങനെയാണ് സാധനം. പക്ഷെ HTML CSS പ്രോഗ്രാമിംഗ് അല്ല അത് മെയിൻ. പക്ഷെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ വല്ല കുറച്ച് ജാവാസ്ക്രിപ്റ്റ് എന്താണ് പഠിക്കുന്നു, പിന്നെ ഇത് ഇങ്ങനെയാണ് പഠിക്കുന്നു. കാരണം സൈറ്റ് ഉണ്ടാക്കാനാണ് ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. അതായത് നമ്മൾ 4 വരി കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെയൊക്കെ കാണാൻ കിട്ടും. മറ്റേ അപ്പൊ പൈത്തണും മറ്റേ മാതിരിയൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ കയറാൻ. അതിനെക്കൊണ്ടാകുന്നത് HTML ഞാൻ ഫോളോ ചെയ്ത് ഓക്കെ അങ്ങനെ ഫോളോ ചെയ്ത് നല്ല സൈറ്റ് ഉണ്ടാക്കി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ പരിപാടിയൊക്കെ ഇതിലൊക്കെ എത്തുമ്പോൾ അപ്പൊ മറ്റേ ഈ വോൾക്കാനോമാരിയാണ് വെബ്സൈറ്റ്. എല്ലാവരും വെബ്സൈറ്റാ. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റ്. അതായത് ഞാൻ പറയാം അപ്പൊ സ്കൂളിൽ കയറി വരുമ്പോ എല്ലാവർക്കും കാണാനൊരു സൈറ്റ്, സ്കൂളിൽ മറിയുമ്പോ കാണാനൊരു എല്ലാവർക്കും സൈറ്റ്. അപ്പൊ ഭയങ്കര ശരിയില്ല, അത് അവിടെ സൈറ്റ് പിടിക്കരുതില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനം ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ ജീവിപ്പിക്കുന്നില്ലല്ലോ, ഗൂഗിള് പറഞ്ഞ് സൈറ്റ് ഉണ്ടാക്കിയിട്ടാണ് വേറെ ലിറ്ററലി ഞാൻ സൈറ്റ് ഉണ്ടാക്കിയല്ലാണ്ട് വേറെന്താ. അപ്പൊ അവരാണ് ഇങ്ങനെ അർഡിനോ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ അപ്പൊ അതേപോലെ തന്നെ റാസ്ബെറി പൈ ഒരു പരിപാടി ഉണ്ട്. ആക്ച്വലി ആ ടൈമിൽ ഞാൻ ശരിക്കും ഒരു ഹാക്കർ സ്പേസിനെ തപ്പിണ്ടേരിയ. അതായത് ഞാനപ്പോ അങ്ങനെ നോക്കി അപ്പൊ ഈ അർഡിനോ റാസ്ബെറി അപ്പൊ റാസ്ബെറി പൈ ഭയങ്കര വില. അപ്പൊ റാസ്ബെറി പൈക്ക് ഭയങ്കര വില. അപ്പൊ ഞാനിങ്ങനെ തപ്പു ഈ റാസ്ബെറി പൈ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോ വാങ്ങല്ലാണ്ട്. അങ്ങനെ അപ്പോ കുറെ കണ്ടിങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് ഈ പന്തിരുന്ന്. അപ്പൊ ഡൽഹിയിലായിട്ട് എങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഡൽഹി കുറെ കാലങ്ങളായില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആക്ച്വലി ഡൽഹിത്തെ അത് ഞാൻ കണ്ടേ. അവർ ഡൽഹിയിൽ പോയി നമ്മളെ നടക്കുന്ന കേസല്ല. അപ്പൊ അങ്ങനെ ഈ വീട്ടുകാരോടൊക്കെ പറഞ്ഞു. അപ്പൊ വീട്ടുകാർ അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് കേട്ടോ. പക്ഷെ അപ്പൊ നമ്മള് നേരെ വേദിയിൽ ഒരു 30,000 റാസ്ബെറി പൈ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊതുവെ ഈ ടോയ്സ് ഒക്കെ പൊട്ടിച്ച് ശീലമുള്ളതിനെ കൊണ്ടേ ആ ഒരു ലെവൽ ഓഫ് സാധനങ്ങൾ നമ്മളുടെ ഓക്കെ. അങ്ങനെ എനിക്ക് എന്ത് ചെയ്തു ഒരു അർഡിനോ വാങ്ങിച്ചു. മറ്റേ കിറ്റ് സാധനമൊന്നുമില്ല, ജസ്റ്റ് അർഡിനോ. പിന്നെ മറ്റേ കാറിന്റെ അത് വാങ്ങിച്ചിട്ടുണ്ടോ, മറ്റേ കാറിന്റെ ആ ഒരു പ്ലേറ്റും പിന്നെ 2 മോട്ടറും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ മോട്ടർ ഓടിക്കാൻ ഡ്രൈവർ വേണ്ടുള്ള കാര്യം ഞാൻ അപ്പൊ അറിയില്ലായിരുന്നു. അപ്പൊ മോട്ടർ ഇട്ടി അർഡിനോ ഇട്ടി നമ്മൾ മോട്ടർ നേരെ അർഡിനോന് വേറെ ചെയ്യുന്നു. അർഡിനോക്ക് എന്തോ അർഡിനോ തീരുമാനമാവണോ അപ്പൊ അങ്ങനെ ഒരു അർഡിനോ പോയി. അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് മോട്ടർ ഓടിക്കാൻ മോട്ടർ ഡ്രൈവർ വേണം, കാരണം എന്താ കറണ്ട് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ പിന്നെ കുറച്ച് ഇലക്ട്രിസിറ്റി ഒക്കെ പഠിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കുന്നു. അങ്ങനെ നമ്മള് മോട്ടർ എടുക്കുന്നു, ഡ്രൈവർ സാധനം എടുക്കുന്നു. പിന്നെയാണ് ഇപ്പത്തെ ആര് ചാജിബിനോട് ചോദിച്ചാൽ കിട്ടില്ല. നമ്മളൊരു 10 സൈറ്റ് എടുക്കും, 10 സൈറ്റിൽ 10 കോഡായിരിക്കും. അപ്പാണെങ്കിൽ എന്ത് നമ്മള് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാന്നുള്ളൊരു സാധനം.
ഇതാണ് അന്ന് എന്തേനി എനിക്ക് എന്താ പറയാ അന്ന് എനിക്ക് കുറെ ഇതാക്കിയിട്ട് ഒരു ബേസിക് മോട്ടോർ ഡ്രൈവർ റൺ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ ഞാൻ പവർ ചെയ്യുന്നത് അർഡിനോന്റെ USB ബിഗിനർ മിസ്റ്റേക്സ് അങ്ങനെ മെല്ലെ പവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് അഡീഷണൽ പവർ വേണം അടിക്കാം. പിന്നെ വല്ല ഇതൊക്കെ അപ്പോഴൊക്കെ കോഡൊന്നും വായിക്കില്ല, ജസ്റ്റ് കോഡിനെ പുഷ് ചെയ്യും. ഈ കോഡ് ഇതാ ഇത് കിട്ടുന്നില്ല അത് മാത്രമേ ഉള്ളൂ. അതപ്പോ കോഡൊന്നുമില്ല എനിക്ക് എന്താ അത് ഈ സാധനം ഇവിടെ ഇട്ടാ ഈ സാധനം ഇവിടെ എത്തും. അതൊക്കെ അങ്ങനെ ഒരു ബേസിക് അല്ലെ ബ്ലൂടൂത്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു കറവിന്റെ എല്ലാവരും ഒരു ടിപ്പിക്കൽ സാധനം ഉണ്ടാക്കി റൺ ചെയ്ത്. അന്ന് ആക്ച്വലി ഒന്നും എയ്ത്തത് ഞാൻ അത് ആക്ച്വലി ബിൽഡ് ചെയ്തത് ഒരു അർഡിനോ കാറിനൊക്കെ പറഞ്ഞല്ല മറ്റേ കാർബോർഡ് ഇതിൽ ബോർഡിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചത് രസമായിരുന്നു. അപ്പൊ അതന്നെ മറ്റേ RC കൺട്രോൾ ടൈപ്പ് ആയിരുന്നു അതോ ബ്ലൂടൂത്ത് കാരണം നമ്മൾ ഏറ്റവും ചെലവ് കുറക്കാണല്ലോ. മറ്റേ RC കൺട്രോൾ തന്നെ കൺട്രോളർ വാങ്ങാം എക്സ്ട്രാ പൈസ മറ്റേ ബ്ലൂടൂത്ത് മോഡ്യൂൾസ് വെച്ചാൽ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അപ്പം ഫോണിൽ കൺട്രോൾ ചെയ്തു. ഫോൺ വേണ്ട ബ്ലൂടൂത്ത് മോഡ്യൂൾ അഡീഷണലി വാങ്ങിപ്പിച്ചു. അങ്ങനെ അതെങ്ങനെ ഓരോരോ പ്രശ്നം സംഭവം വലിയ കിറ്റ് വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി. അപ്പൊ അങ്ങനെ പക്ഷെ ഇത് വാങ്ങിക്കുന്നതല്ല. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. ഇത് ചെയ്തപ്പോ അത് കുറച്ച് ഇൻട്രസ്റ്റ് ആയി. എനിക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ വരുന്ന വിചാരിച്ചു. അതായത് അതിൽ ഓൾറെഡി ഉള്ളത് എനിക്ക് തോന്നുന്നത് കാലങ്ങളായി ഡീഫോൾട്ട് ഓടുന്ന ഒരു ആപ്പ് ഉണ്ട് ഈ ബ്ലൂടൂത്ത് ഇതിലൂടെ ബ്ലൂടൂത്തിന്റെ. അപ്പൊ എനിക്ക് അതിന് കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചർ, അതായത് ഒരു സ്വിച്ച് നിൽക്കുക ഇങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഒരു ഇത് വന്ന്. അപ്പൊ ഞാൻ കൂടി എങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാം. അപ്പാണ് എന്റെ മുന്നിൽ ചാടിയെന്നൊരു അടിപൊളി MIT ആപ്പ് ഇൻവെന്റർ. MIT ആപ്പ് ഇൻവെന്റർ ആക്ച്വലി അത് ഭയങ്കര ബിഗിനറാണ് വിചാരിച്ചു ഹാർഡ്വെയറിൽ. നമുക്ക് ഇപ്പോ ലൈക്ക് ബ്ലൂടൂത്ത് ഇന്റർഫേസ് ചെയ്യുക, ഫയർ ബേസിൽ കണക്ട് ചെയ്യുക, ഇങ്ങനെ സാധനമൊക്കെ. പക്ഷെ ജസ്റ്റ് വലിച്ചിടുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഒരു ബ്ലോക്ക് കോഡിങ്, വേറെ അഡീഷണൽ കോഡൊന്നും എഴുതാം. ഈ കൺട്രോൾ പ്ലാൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു വേർഷൻ ആണ് ആക്ച്വലി വെബിലാണ് ഓടുന്ന അഡീഷണൽ പരിപാടി. അതിന്റെ MIT ആപ്പ് ഇൻവെന്റർ അത് ഭയങ്കര അടിപൊളിയാണ്. അതിൽ ഞാൻ കുറെ അത്യാവശ്യം നല്ല കുറെ നേരിട്ടുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ APK വരും. ഭയങ്കര സിമ്പിൾ, ആക്ച്വലി റിയലി നൈസ് ടൂൾ ആണ് അത്. ഇപ്പൊ റോബോട്ടിക്സ് ബിഗിനറായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി അത് ട്രൈ ചെയ്യുന്ന അത് തന്നെ ബ്ലോക്ക് കോഡിങ് മറ്റേ ഇതില്ലേ സ്ക്രാച്ച് പക്ഷെ ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനിത് കണ്ടുപിടിച്ച് അപ്പൊ ഞാനിത് ഇങ്ങനെ വലിച്ചിടൂ ഇങ്ങനെ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ UI ഇങ്ങനെ വലിച്ചിടുക, ഇത് വലിച്ചിടുക, 4 ബട്ടനൊക്കെ ഒപ്പിച്ച് ഇവിടെ കോഡൊക്കെ സെറ്റാക്കി അങ്ങനെ ബ്ലോക്ക് ഒക്കെ സെറ്റായി. അപ്പൊ ഇവിടെ ഇപ്പൊ ബ്ലോക്ക് സെറ്റായി. പക്ഷെ എന്റെ ബട്ടൺ ഇപ്പുറത്ത് റണ്ണാവണ്ടേ, പ്രശ്നമായി എങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ കോഡ് പഠിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കി അർഡിനോ എന്താ ഇതെങ്ങനെ ഈ സാധനം ഓടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി. പിന്നെ ഈ പാറ്റേൺസ് ഒക്കെ എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുക അങ്ങനെ നോക്കി. അപ്പോഴാണ് ശരിക്കും എനിക്ക് മറ്റേ ഇതൊക്കെ അല്ലെ പിൻ ഔട്ട് എന്താ ഡിജിറ്റൽ റീഡിങ് മറ്റേ സാധനം അതൊക്കെ അപ്പോഴാണ് ആക്ച്വലി ഇത്രയും കാലം അതൊക്കെ ഡയഗ്രാം പോലെ. അതായത് അവർ ആ സൈറ്റിൽ നിന്ന് കാണിക്കുന്നു അതേ ഭയങ്കര ഭാഗ്യം ഉണ്ടാവും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവരിപ്പോ പിന്നെ പറയില്ല അതിലായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടേ പോയി ഇവിടെ ഇങ്ങോട്ട് പച്ചവയറാണ് കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് പച്ചവയർ തന്നെ വേണം. ആക്ച്വലി അത് തന്നെ എന്റെ അവസ്ഥ, അല്ലെങ്കിൽ ലിറ്ററലി അത് തന്നെ എന്റെ അവസ്ഥ. ഐ മീൻ ഞാനൊന്നുമില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കോഡ് നോക്കി പിന്നെ ഈ ഡേറ്റിലേക്ക് അത് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്തത് അങ്ങനെയാണ് ചെയ്യണ്ടേ. ഞാൻ മറ്റേ ഒരു കോഡ് ഇതിന് 2 കണക്ഷൻ ഇല്ല എന്നുള്ളതാ. അപ്പൊ ഈ സാധനം ഇതിൽ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് 1. 2 ആ ഫോട്ടോ നോക്കിയത് വരി കുത്തണം കിട്ടുന്നു ആ ഒരു ഇതായിരുന്നു. അങ്ങനെ കസ്റ്റമൈസേഷനിലെത്തി നമ്മൾ ബിൽഡ് ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്ത്. അപ്പോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പിൻ നമ്പറാണ് നമ്മൾ ഇവിടെ കുത്തുന്നത്. പിന്നെ ഇപ്പൊ അവർ ഇങ്ങനെയാണ് മനസ്സിലായി. പിന്നെ അങ്ങനെ അത്യാവശ്യം നല്ല ലേണിംഗ് ഒരു സാധനമായിരുന്നു. അപ്പോ അത് ബിൽഡ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വർഷം ഇതേപോലെ തന്നെ ഡിജിറ്റൽ കോഴ്സാണ്. അപ്പൊ അടുത്ത വർഷം ആക്ച്വലി നമ്മളെ സ്കൂളിൽ ചെറിയ എലക്ഷൻസ് ആ ടൈമിൽ മറ്റേ IT ഇതൊക്കെ സെലക്ട് ഒക്കെ ഡിജിറ്റൽ കോഴ്സ് ഒക്കെ സ്പെഷ്യലൈസ്ഡ് അങ്ങനെ ആ ടൈമിലും ഇതേമാതിരി തന്നെ ഞാൻ അർഡിനോ സാധനം വർക്ക് ചെയ്യാൻ വിചാരിച്ച്. അപ്പൊ പിന്നെ അർഡിനോ ഞാൻ പിന്നെ ഇതേമാതിരി കാർ ഉണ്ടാകും. പിന്നെ ചെറിയ അർഡിനോ ചെറിയ ലൈറ്റിന് ഇന്റർഫേസ് ചെയ്യാൻ പഠിച്ച്. ലൈറ്റ് കുറെ സ്ട്രിപ്പ് അതായത് അർഡിനോ ഒന്ന് സെറ്റ്. അപ്പൊ അർഡിനോ സെറ്റ് ഇനി അടുത്തത് എന്താ എന്നുള്ളത് അർഡിനോ മടുത്ത് കുറെ കഴിയുമ്പോൾ എടുത്ത്. അപ്പൊ അർഡിനോ എടുത്തപ്പോ ഏതായിരുന്നു യൂസ് ചെയ്തിരുന്നത്? അർഡിനോ അടുത്തപ്പോ നമ്മൾ ഇനി അടുത്തത് എന്താ വിചാരിച്ചു. അപ്പൊ അതിൽ കണ്ടാൽ അർഡിനോനെ വേറെ കുറെ ഉണ്ട്, മെഗാ ഉണ്ട്, ഇതുണ്ട്. പക്ഷെ അതിനൊക്കെ സെയിം സാധനം പിന്നെ കൂടുതലാന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മള് വെറൈറ്റി സാധനം പിടിക്കണല്ലോ ഓടിയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ESP എടുത്തു. ESP 8266 എടുത്ത് ESP 8266 ഇത് സാരൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അടുത്ത ഡിജിറ്റൽ ബേസിൽ നമ്മളൊരു ഹോം ഓട്ടോമേഷൻ ഉണ്ടാക്കി. ആ ഹോം ഓട്ടോമേഷൻ അതെ. അപ്പൊ ഞാനെന്ത് ഈ ഹോം ഓട്ടോമേഷൻ റെവല്യൂഷണറി ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു സാധനം. അന്ന് ഞാൻ കോഡ് ഞാൻ തന്നെ എഴുതി. അപ്പൊ അതിന്റേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവല്ലോ കൊണ്ടുവന്ന് മറ്റേ സി പഠിച്ചു. സി അതായത് ഒരു അത്യാവശ്യം സി. ഓക്കെ. അപ്പം അങ്ങനെ ഇതാക്കുമ്പോ നമുക്ക് ഭയങ്കര ഞാൻ ഇവിടെ ഇതൊരു സ്റ്റാർട്ടപ്പ് ആക്കണം. ഹോം ഓട്ടോമേഷൻ ഫ്രഷ് ഐഡിയ ആരും ഞാൻ
ഞാൻ ഭയങ്കര അടിപൊളി. ഞാൻ എന്നിട്ട് പറയാം NIT ഒരു പരിപാടി ഉണ്ടായിരുന്നു. മറ്റേ തത്വമില്ലേ, തത്വേന്റെ പാരലൽ ഇവിടെ സ്കൂളിനും ഒരു ഫെസ്റ്റ് വെക്കും. ഓക്കെ. അപ്പൊ എന്റെ സ്കൂൾ NIT അപ്പുറം തന്നെ ദേവപുരം ഒക്കെ. അപ്പൊ ദേവപുരം അപ്പൊ ഞാൻ NIT ഇങ്ങനെ പരിപാടിക്ക് വരുമ്പോ ഞാൻ അവിടെ ഇതിലെത്തി. അവിടെ എത്തിയിട്ട് ഞാൻ പറയും അടിപൊളിയാണ്, ഫസ്റ്റ് ഐഡിയാണ്, പുതിയ സാധനം ആരും കണ്ടുപിടിച്ചില്ല, ഞാനും ഉണ്ടാക്കി. ഇവിടെ നിന്ന് ജയിക്കാൻ ലൈറ്റ് ഓടാം. പക്ഷെ ഭയങ്കര ഈ സാധനം ആക്ച്വലി ഹോം മോഡൽ ഞാൻ ഫയർ ബേസ് വെച്ചില്ല, അല്ല ഫയർ ബേസ് അല്ല, അത് ഞാൻ ബ്ലൂടൂത്ത് വെച്ച് ചെയ്തത്. കാരണം നമ്മളെ പണ്ടത്തെ ബ്ലൂടൂത്ത് മോഡ്യൂൾ നമ്മൾ റീപർപ്പസ് ചെയ്തു. എന്നിട്ട് ഹോം ഓട്ടോമേഷൻ റിലേക്ക് വെച്ച് അവിടുന്ന് പൊളിച്ച് ഇവിടെ കൊണ്ട് വെച്ചു. എന്റെ ബേസിക്കലി ഒരു 90% പ്രോജക്റ്റ് അങ്ങനെയാ പൊളിച്ച് വെക്കൽ ഇതിലാണ് വർക്ക് ചെയ്തത്. കാരണം നമ്മൾ പിന്നെയും ബോർഡ് വാങ്ങുന്നത് കച്ചവടമല്ലോ. അത് മെയിൻ പോയിട്ട് വരും. അപ്പൊ അങ്ങനെ പൊളിച്ചൊക്കെ ഈ അർഡിനോനെ നമ്മൾ എന്ത് ചെയ്ത്, അർഡിനോനെ സാധനമൊക്കെ എടുത്ത് നമ്മളിപ്പുറത്ത് ഹോം ഓട്ടോമേഷൻ ഉപയോഗിച്ച്. അപ്പൊ ഹോം ഓട്ടോമേഷൻ ഉപയോഗിച്ചപ്പോ അപ്പത്തേക്ക് അടിപൊളി വൃത്തിക്ക് ഞാൻ അടിപൊളി അത്യാവശ്യത്തിന് ചെയ്യും മനസ്സിലാക്കുന്നത്. അപ്പം എന്നിട്ട് ഇത് മൂപ്പരനോട് ചോദിച്ച് എനിക്കിത് നാട്ടിൽ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ എനിക്കിത് കിട്ടുമോ ചോദിച്ചു. അതായത് ഇപ്പോ ഞാനിപ്പോ പുറത്തൊക്കെ പോണേ അതിപ്പോ നമ്മളങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അന്ന് NIT അന്ന് നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ അതിന് ഓബിയസ്ലി ഹോം ഓട്ടോമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര പ്രശ്നമാണ്. അങ്ങനെ ഞാനിങ്ങനെ ഇതാക്കിയപ്പോ ആലോചിച്ച് ഇനി എന്താ ചെയ്യാം. അപ്പൊ ESP വൈഫൈ ഉള്ള കാര്യം ഞാൻ അപ്പൊ ഫിഗർ ഔട്ട് ചെയ്തില്ല. അപ്പൊ ESP ജസ്റ്റ് ഒരു പ്രോഗ്രാം. അപ്പൊ ഞാൻ പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ പറ്റുമെന്നൊക്കെ നോക്കിയപ്പോ മൂപ്പര് പറഞ്ഞ വൈഫൈ കണ്ട അടിപൊളി പരിപാടി അതൊക്കെ. അങ്ങനെ എന്ത് ചെയ്തു, ഇത് ഫയർ ബേസിൽ കണക്ട് ചെയ്യാൻ. അപ്പൊ കുറച്ചുകൂടി മറ്റേ ഇതിനൊക്കെയുള്ള ആപ്പ് മറ്റേ MIT ആപ്പിന് വേണ്ട. അപ്പൊ ഞാൻ MIT ആപ്പിൻ വെൻഡറിൽ ഫയർ ബേസ് കണക്ട് ചെയ്യാം. അത് MIT ആപ്പിൻ വെൻഡർ മാക്സിമം ഫീച്ചേഴ്സ് ഞാൻ അവിടെ ഉപയോഗിച്ച് തീർത്തി. എന്നിട്ട് അങ്ങനെ MIT ആപ്പിൻ വെൻഡറിൽ ഫയർ ബേസ് കണക്ട് ചെയ്ത് കിടക്കോ. അത് ലൈക്ക് മറ്റേ ഫയർ ബേസിന്റെ ക്ലയന്റ് എടുത്ത് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ കണക്ട് ചെയ്തോ. ഭയങ്കര സിമ്പിൾ, ആക്ച്വലി ഭയങ്കര കൂൾ സാധനം. MIT ആപ്പിന് ഭയങ്കര സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമുക്കാണ് ചെയ്യാം രീതിയിലൊക്കെ. അപ്പൊ അങ്ങനെ MIT ആപ്പിൻ വെൻഡറിന്റെ ആ സംഭവം നമ്മൾ ഫയർ ബേസ് കണക്ട് ചെയ്ത് മറ്റേ ഫയർ ബേസിൽ ഡാറ്റ വന്നു ഇവിടെ അപ്ഡേറ്റ് ആകുന്നു. അങ്ങനെ അടുത്ത 2019 ഫയർ ബേസ് വർക്ക് ചെയ്തു. അത് ആക്ച്വലി വലിയ സെറ്റപ്പ് വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ഫയർ ബേസ് ആ ടൈമിൽ ഫയർ ബേസ് ക്ലൗഡ് പറ്റിയിട്ട് അത് ഫയർ ബേസ് എന്തോ നമ്മൾ ഡാറ്റ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അപ്പുറത്ത് എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം മാത്രമായിരുന്നു. അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഫയർ ബേസ് ഇതാക്കാൻ തുടങ്ങി. ഫയർ ബേസ് ഉപയോഗിച്ച് അപ്പം ഫയർ ബേസിൽ കണക്ട് ചെയ്ത് ഇതെടുത്ത്. കാരണം എന്റെ വിഷയത്തിന് ഞാൻ എന്തെങ്കിലും സെർച്ച് ചെയ്യാം ഹോം ഓട്ടോമേഷൻ നമുക്ക് എങ്ങനെ മേലോട്ടേക്ക് ആക്കാം. അപ്പൊ നമ്മൾ മുക്കിട്ടറിന് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ലൗഡ് സർവീസ് ഉണ്ട്, നമ്മളതിനെ നോക്കി എങ്ങനെയാണ് ചെയ്തു. അത് ആക്ച്വലി കൂടാ. ഇതിനടുത്ത നമ്മൾ 2019 നമ്മൾ ഇതായിരുന്നു ഹോം ഓട്ടോമേഷൻ ഡിജിറ്റൽ അതാണ് ഏത് കാണുന്നു നമുക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളത്. അത് ആക്ച്വലി കൂളായിരുന്നു, അത്യാവശ്യം നല്ല വർക്ക് ചെയ്തു. അങ്ങനെ 10ലാണ് ഞാൻ പറഞ്ഞത്. 10 എന്ന് പറയുമ്പോൾ നമ്മളെ 10 പകുതി ആകുമ്പോൾ ഈ കൊറോണ ആയിരുന്നത്. 10ാം ക്ലാസ് പോലെ കൊറോണ വന്നു. ആ ടൈമില് നമുക്ക് ഈ ക്ലാസ്സസ് ഒക്കെ ഈ വാട്സാപ്പിൽ അയക്കുക. അപ്പൊ വാട്സാപ്പിൽ അയക്കാന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ ക്ലാസ് അയക്കുക. അപ്പൊ ഒരാഴ്ചത്തെ ക്ലാസ് അയക്കുമ്പോൾ നാളത്തെ ക്ലാസ് ആണെന്ന് വിചാരിച്ചോ, അത് അയച്ച ഏതോ കാലമായിരിക്കും. അത് കഴിഞ്ഞ് നോട്ട് മറ്റേതും മറിച്ചത് ഹായ് ബായ് എല്ലാം കഴിഞ്ഞ് 5 സ്റ്റിക്കറും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഇത് നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തപ്പി ഒരു ഇതോ. ആ ടൈമിൽ ഭയങ്കര സർവീസിന് വാട്സാപ്പില് അപ്പൊ ഭയങ്കര ഫ്രസ്ട്രേഷൻ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അവരെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവല്ലോ. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ഞാൻ വിചാരിച്ച് അപ്പൊ ഇങ്ങനെ ആപ്പാണല്ലോ എല്ലാത്തിലും. അവനാണ് വിചാരിച്ചത് ആപ്പ് ഉണ്ടാക്കാന്ന്, അതായത് ഇതൊക്കെ ഒന്ന് സെറ്റ് ആവണേന് ഒരു ആപ്പ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആപ്പ് ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ ആപ്പ് ഉണ്ടാക്കാന്ന് നോക്കിയപ്പോ സ്റ്റീവ് മോൾഡ് ആണോ നല്ലൊരു യൂട്യൂബർ അല്ലേ, സ്റ്റീവ് മോൾഡ് ആണോ ഓർമ്മല്ല. ഓക്കെ, അതില് മൂപ്പര് ആ ദിവസം ഞാൻ ചിന്തിച്ചൊരു 2 ദിവസം മുന്നേ മൂപ്പര് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പുതിയൊരു സാധനം വന്നിട്ട് ഫ്ലട്ടർ എന്ന് പറഞ്ഞൊരു അത് ഫ്ലട്ടറിന്റെ ഏർലി ഡേയ്സ് ആ തോന്നിട്ട്. അപ്പൊ 2000 എന്തോ പുതിയൊരു സാധനമുണ്ട് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതല്ലേ ഒരു പുതിയൊരു തരം ഫ്ലട്ടർ ഒരു വീഡിയോ ഒക്കെ മൂപ്പര് ആപ്പും സ്റ്റീവ് മോൾഡ് തന്നെയാണ് തോന്നുന്നത്, അത് ഉറപ്പില്ല കേട്ടോ. അപ്പം മൂപ്പര് ഇതേമാതിരി എന്തോ ചെറിയ എന്തോ ഒരു സാധനം, ഒരു മേക്കർ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച. അപ്പൊ പറഞ്ഞ റിയാക്ട് നേറ്റീവ് അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്. ഫ്ലട്ടർ ഭയങ്കര ബാഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആവുകയെന്നാണല്ലോ നമ്മളൊരു മീൻ. അങ്ങനെ നമ്മൾ റിയാക്ട് നേറ്റീവ് തൊട്ടില്ല. അങ്ങനെ ഫ്ലട്ടർ തീരുമാനിച്ചു, കാരണം ഒരു വെറൈറ്റി പിടിച്ചു. അപ്പൊ ഒരു സമയത്ത് ജാവാസ്ക്രിപ്റ്റ് സൈഡിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഏത് അത് പിന്നെ അതിന്റെ ചെറിയ മറ്റേ ഈ മറ്റേ ഹോം ഓട്ടോമേഷൻ ഇല്ലേ, ഹോം ഓട്ടോമേഷൻ ഫയർ ബേസ് കിടക്കുന്നുണ്ടല്ലോ. അതിനെ പിന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നോക്കി അവിടെ സാധാരണ കുറെ പേര് ഇനീഷ്യലി ഭയങ്കര ഓട്ടോമേഷൻസ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് സാധനങ്ങൾ ഇനീഷ്യലി ഭയങ്കര ഞാനിങ്ങനെ വെറൈറ്റി ഉണ്ട്, ഒരു ജനറലിസ്റ്റ് ഒരു സാധനം. അത് അങ്ങനെ ഇൻഡസ്ട്രിയൽ ഒന്നുമില്ല, അങ്ങനെ
ഒന്നും ഇങ്ങനെ ചോദിച്ചത് പോക്ക് അതാണല്ലോ എന്റെ ഇത്. ഓക്കെ, ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കണം തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ അന്നൊരു വെബ്സൈറ്റ് തീരുമാനിച്ചതിലൊക്കെ ജാവാസ്ക്രിപ്റ്റിന്റെ പിന്നാലെ പോയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കണം തീരുമാനിച്ചപ്പോ അത് വലിയ റീസൺ ആപ്പ് ഉണ്ടാക്കണം തീരുമാനിച്ചു, എന്റെ പയ്യിലൊക്കെ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി സ്റ്റീവ് മോൾഡിന്റെ ഒരു ഇതാണ്ട് വീഡിയോ, ഭയങ്കര പൂസാണ്. അപ്പൊ ഞാൻ അപ്പൊ ജസ്റ്റ് നോക്കി ആപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെയാ വഴികൾ. നമുക്ക് മറ്റേ കോട്ട്ലിൻ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, അപ്പൊ ക്രോസ് പ്ലാറ്റ്ഫോം. നമ്മളിങ്ങനെ 10ാം ക്ലാസ്സിലെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ പോവാട്ടോ. അപ്പൊ നമ്മൾ ക്രോസ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണല്ലോ, അതാണ് അതിന്റെ രീതി. എന്റെ കയ്യിൽ എന്താ ഒറ്റ കോഡ് എഴുതിയ പോലെ രണ്ടോ അങ്ങനെ ഒരു ഇതിൽ റിയാക്ട് ഭയങ്കര സപ്പോർട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്ര കമ്മ്യൂണിറ്റി ഒന്നും പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ കമ്മ്യൂണിറ്റിയിലായിട്ട് കഷ്ടപ്പെടുന്ന ഫ്ലട്ടറെ കരുതി. എന്റെ അമ്മ രസമായിരുന്നു ഫ്ലട്ടർ. അതാണ് ഫ്ലട്ടർ VS Code അല്ല, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ല, എനിക്ക് തോന്നിയത് അതാണ് Core i3 4 GB. എന്റെ ആമോ അതെങ്ങനെ എമുലേറ്റർ എടുക്കുമ്പോൾ തന്നെ 2 ദിവസം എമ്മാതിരി ബ്രേക്ക് എന്റെ അമ്മ. പിന്നെ VS Codeനൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നത്. അത്യാവശ്യം ഫ്ലട്ടർ അത്യാവശ്യം നല്ല വൃത്തി പഠിച്ചു. ഇപ്പത്തെ ഫ്ലട്ടർ അല്ല കേട്ടോ, പണ്ടത്തെ ഫ്ലട്ടർ ഭയങ്കര സിമ്പിളാ. ഈ നൾ സേഫ്റ്റി ഇല്ല, പകുതി മുക്കാൽ ഈ സ്റ്റാൻഡേർഡൈസേഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്തും നമുക്ക് എഴുതാന്നുള്ളൊരു സാധനമായിരുന്നു. ഇപ്പത്തെ പറഞ്ഞാൽ നമ്മളൊരു നൾ സേഫ്റ്റി പ്രശ്നം പണ്ടൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്തത്, ഞാൻ ഫുൾ സപ്പോർട്ട് എന്നുള്ളൊരു ഫ്ലട്ടർ ആയിരുന്നു. അപ്പൊ സപ്പോർട്ട് ഭയങ്കര കുറവ്. അതായത് കമ്മ്യൂണിറ്റി ഭയങ്കര ആക്കിയത്. നമ്മള് ഇന്ന് കണ്ട ഇതിന്റെ ഒരു 2 മണിക്കൂർ മുന്നേറ്റേക്ക് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടാവും. അമ്മാതിരി ലൈവ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പൊ റിയാക്റ്റേറ്റീവ് മതി ഫ്ലട്ടർ. ഇനി നമ്മൾ റെസ്റ്റ് പിടിക്കണം, അങ്ങനെ സ്ഥലങ്ങൾ നോക്കി പോകണം, അതാണ് അതിന്റെ രീതി. അങ്ങനെ ഫ്ലട്ടർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചത്. അതിൽ മറ്റേ ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത്. പക്ഷെ ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്യണോ ആ ടൈമില് ഞാൻ പിന്നെ കൊറോണ ആയപ്പോ നമുക്ക് ആ ടൈമിൽ കുറച്ചൊരു ഇൻട്രോവേർട്ടഡ് മനസ്സിലായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിലാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പൊ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. അത് എന്റെ ക്ലാസ്സിലവൻ നമ്മൾ ക്ലാസ് തുടങ്ങി ഏകദേശം ഒരു 6-7 months ആയി. അവൻ എന്റെ ക്ലാസ്സിലാന്ന് എനിക്കറിയാം. പക്ഷെ അവൻ എന്റെ നൈബറാന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് ഞാൻ കാണുന്നത്. അതായത് ഞാൻ അതാണ് ഭയങ്കര പ്രശ്നം. അത് അവൻ എന്നെ കണ്ടിട്ട് എന്നെ മനസ്സിലായി, എനിക്ക് അവൻ എന്നിട്ട് മനസ്സിലായി. എന്റെ അമ്മ പറഞ്ഞതാ നിന്റെ ക്ലാസ് പഠിക്കാൻ അത്ര ആ ഒരു ലെവൽ ഓഫ് ബാഡ് ആയിരുന്നു ഞാൻ. പിന്നെയാണ് ഇവൻസിന്റെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇത് പിന്നെ കൊറോണ ടൈമിൽ കുറച്ചും ഐസൊലേഷൻ സാധനമായി. ലൈക്ക് ടെക്സ്റ്റ് ചെയ്യും. പക്ഷെ എന്നാലും ആ ഒരു ലെവൽ ഓഫ് ഇത് ഒന്ന് ഇതായി. ആക്ച്വലി ഈ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ടിങ്കർ സ്പേസിന്റെ ടിങ്കർ ഹബിന്റെ ഇതിലേക്ക് വരുന്നത്. ഇതിനെ അടുപ്പിച്ച് അത് എനിക്ക് എങ്ങനെയൊക്കെ ഒരു ഡെവലപ്പർ 4 ആളെ കാണണം. അപ്പൊ ഞാൻ ഇങ്ങനെ സിയാസിസ് മറ്റേ ഒരു കോളേജില്ല, ടിങ്കർ ആക്ച്വലി ഒരു ഹാക്കത്തോൺ നടത്തിയില്ലായിരുന്നോ? ഓൺലൈൻ ഹാക്കത്തോൺ നടത്തിയില്ലായിരുന്നു. അപ്പൊ ആ ഓൺലൈൻ ഹാക്കത്തോൺ ആക്ച്വലി അങ്ങനെയാണ് ഞാൻ ടിങ്കർ ഹബ് കേൾക്കണേ. അപ്പൊ ഞാൻ ജസ്റ്റ് മറ്റേ പോസ്റ്ററിനോട് ടിങ്കർ ഹബ് ഉണ്ട്. അവൻ എന്താണ് ടിങ്കർ ഹബ്, ജസ്റ്റ് മറ്റേ ഡിസ്കോഴ്സ് സർവറിലേക്ക് ഇരുന്നു. അങ്ങനെ ഒരു ആ ഒരു ടൈമിൽ ഞാനൊരു 10ാം ക്ലാസ് കഴിയുന്ന ടൈമിലാണ് ടിങ്കർ ഹബിൽ ആക്ച്വലി കയറുന്നത്. അത് ഈ ആപ്പിന് എങ്ങനെയൊക്കെ എന്നെ കൊണ്ടൊരു പറ്റും. അതായത് ആ ഒരു ടൈമിലുണ്ട് എമ്മാതിരി പക്ക ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിക്കുക, പക്ക ഫ്രസ്ട്രേഷൻ. അപ്പൊ ഞാനിങ്ങനെ നോക്കും, മറ്റേ എന്റെ ഇതിൽ കാണണം അങ്ങനെ ഫുള്ള് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോണ്ടിരിക്കും, ഇതൊക്കെ. പക്ഷെ നല്ല കുറെ നമ്മള് ഇപ്പോഴും ഉണ്ടാകുന്ന ചില നമ്മള് കാണും, ഇത് നമ്മളെ അന്നത്തെ പ്രശ്നമായിരുന്നു, നമുക്ക് ഇത് കാണാം, ആ ഒരു സാധനം ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ആപ്പ് ഇതാക്കി ഞാൻ സ്കൂളിന്റെ അടുത്ത് പോയി കൊടുത്തു. എന്റെ സ്കൂളിൽ ഇങ്ങനെ ഒരു ആപ്പ് ഞാൻ ഉണ്ടെങ്കിൽ അപ്പത്തേക്ക് വേറൊരു വലിയൊരു ടീമിനെ കൊണ്ട് വലിയൊരു സാധനം ചിപ്പിച്ച് അത് വെച്ച് പക്ക ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ പറഞ്ഞു. സൈബർസ് ആക്ച്വലി നൈസ് തന്നെയാ. നുള്ളിക്കളഞ്ഞു പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലൊരു രീതി അങ്ങനെ സംഘടന. പക്ഷെ എന്നാലും മറ്റേ അവിടെ മുക്കത്തറൗണ്ട് കുറച്ച് സ്റ്റുഡൻസും ടീച്ചേഴ്സ് ഒക്കെ എന്തായാലും ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കി. എന്റെ അച്ഛന്റെ ഫ്രണ്ട്സും കുറച്ച് പേരൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയിട്ടായിരുന്നു. ഞാനൊരു ഈ UUID എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ള സാധനം എനിക്ക് അറിയില്ല ഫ്ലട്ടറിൽ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഈ UUID ഉണ്ടാക്കുമ്പോൾ ഈ സമയത്തിന് വെച്ചിട്ട് എന്തോ ഒരു സാധനം ഞാൻ ഉണ്ടാക്കി. ഈ ഇപ്പത്തെ സമയവും നമ്മളുടെ എന്തോ എന്നിട്ട് അങ്ങനത്തെ ഒരു അതിൽ 4 കിട്ടും. ഇതിന് 4 ആഡിയിട്ട് ഒരു UUID അതാണെങ്കിൽ പക്ഷെ ഒരേ സമയത്ത് 2 പേരുണ്ടാക്കി സെയിം സാധനമായിരിക്കാം. അങ്ങനെ എന്തൊക്കെ അതിനിപ്പോ എന്ത് ഗിറ്റബിൽ ഇപ്പോഴും കിടക്കണ്ടായി. ഫ്ലട്ടർ UUID എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാധനം. അതിന് അങ്ങനെ അതൊരു രസമായിരുന്നു. ഇത് അത്യാവശ്യം കുറച്ച് നല്ല പണിയെടുത്ത പ്രോജക്റ്റ് ആയിരുന്നു. ആ ടൈമിലാണ് ടിങ്കാബിനെ കാണുന്നത്, പിന്നെ ഡിസ്കോഡൊക്കെ ആയിരുന്നു അപ്പോഴും. പക്ഷെ ഇതിന്റെ കൂടെ പേരെ ഓരോ മീഡിയ പരിപാടികളുണ്ട് കേട്ടോ. ഇങ്ങനെ കുറെ അത്യാവശ്യം നല്ല ക്രിഞ്ചി വീഡിയോ അങ്ങനെ പോകുന്നുണ്ട് പേരടി. എന്റെ യൂട്യൂബ് ആണ്, ഞാൻ ഇത് പബ്ലിക് ആക്കി തരാം, എല്ലാവർക്കും ലിങ്ക് തരാം, വേണേ എല്ലാവർക്കും കണ്ടുവച്ചിരിക്കുക. അങ്ങനെ ഞാനങ്ങനെ പോയി. ഓക്കെ, അങ്ങനെ പ്ലസ് 10th കഴിഞ്ഞ് പിന്നെ പ്ലസ് അപ്പോഴാണ് നമ്മൾ ഈ ജെയ് ഉണ്ടായി. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളായി.
സംഭവം എന്റെ വീട്ടുകാർ പ്രഷറൈസ് ചെയ്യില്ല, അതാണ് മെയിൻ പ്രശ്നം. അതായത് നിനക്ക് ഇഷ്ടമുള്ള എന്താ ചെയ്തോ ആ ഒരു സംഭവം. പക്ഷെ അതിന്റെ വേറൊരു സൈഡ് എന്താ, സംഭവം എന്തേലും കയ്യിൽ നിന്ന് പോയി ആരോ പ്രശ്നക്കാരൻ അതാണ്. അപ്പൊ ഞാന് അപ്പൊ എന്തായാലും CS വൈബാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര രസമുണ്ട്. അർജുനോ സാധനം യൂസ്വിന്റെ ഓനെ പക്ക വൈബ്. അപ്പൊ CS എടുക്കുക, അപ്പൊ CS എടുക്കാൻ പോകുമ്പോൾ ഇന്ത്യൻ ചിന്താഗതി എന്താ, IIT/NIT JEE ടിപ്പിക്കൽ സാധനം പോകുന്നു. നമ്മൾ എൻട്രൻസ് ചെയ്യുന്നു, എൻട്രൻസ് കിട്ടാണ്ടിരിക്കുന്നു, മറ്റേ JEE കിട്ടാണ്ടിരിക്കുന്നു. അങ്ങനെ എന്താ. അപ്പൊ +1 +2 കുറച്ച് ഡെവലപ്മെന്റ് കുറച്ച് കുറവേനെ. അപ്പൊ +1 ആക്ച്വലി വലിയൊരു പ്രോജക്ട് ഉണ്ടാക്കി. ഒരു അടിപൊളി ആളെ മെൻഷൻ ചെയ്യാം, ഗൂഗിൾ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ CS എന്ന് വെച്ചല്ല, പക്ഷെ പുള്ളിക്കാരൻ അടിപൊളി പിച്ച് ചെയ്യും. അപ്പൊ ഞാൻ മൂപ്പരെ കൊണ്ടുപോകാൻ ഗൂഗിൾ അതേപോലെ തന്നെ സൂര്യ ഇവരൊക്കെ നല്ല വൈബ് മനുഷ്യന്മാരെ. ഞാൻ എസ്എം സർവീസില്ല, നമ്മൾ ആക്ച്വലി മറ്റേ ഫേസ്ബുക്ക് അവരുടെ പേര് ഫേസ്ബുക്ക് മെറ്റയാക്കിയ ഒരു ടൈമില്ലേനോ. അപ്പൊ മെറ്റാവേഴ്സിൽ ഭയങ്കര, അപ്പൊ നമ്മൾ ഒരു മെറ്റാവേഴ്സ് ഉണ്ടാക്കാന്ന്. അതാണ് അപ്പൊ ആ കാലത്തിന് ഒരു മെറ്റാവേഴ്സ്. അങ്ങനെ നമ്മൾ മൂന്നേലും ഫുൾ ഇരിക്കുന്നു, അൺറിയൽ എഞ്ചിൻ എടുക്കുന്നു, ബ്ലെൻഡർ എടുക്കുന്നു. അത് അത്യാവശ്യം നല്ല വർക്ക് ചെയ്തു നമ്മള്. എന്നിട്ട് നമ്മളെ +1 ഇതേമാതിരി തന്നെ അതോ അല്ലല്ല, ആ +1 ആക്ച്വലി എന്റെ ലാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കൊണ്ടു നടക്കുന്ന എന്റെ ലാപ്പ് അത് +1 കിട്ടുക. +1 ആ ടൈമിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. i3 കൺട്രി എഞ്ചിന് ഓടിച്ച് ഞാൻ പോയി ചോദിച്ചത്. അത് കാരണം ഞാനൊരു 10ാം ക്ലാസ്സിൽ ഈ ആപ്പൊക്കെ ഉണ്ടാക്കി കണ്ടപ്പോഴത്തേക്കും പാരന്റ്സിന് മനസ്സിലായി എന്തൊക്കെയോ ചെയ്യാൻ പോകും. എന്തായാലും മുന്നിലെ വെറുത്തോട്ടെ. ഇന്ന് നല്ലൊരു ഞാൻ മറ്റൊരു സംഭവം പറഞ്ഞു, കാർ ഉണ്ടാക്കി മറ്റേ ഫസ്റ്റ് ക്ലാസ്. അപ്പൊ അന്ന് ആക്ച്വലി ഈ പരിപാടിക്ക് പാരന്റ്സിന് വരാം. അപ്പൊ എന്റെ അച്ഛന് വന്നിട്ടേ ടീച്ചേഴ്സ് നിങ്ങളെ നിങ്ങളെ മകൻ ആപ്പൊക്കെ ഉണ്ടാക്കി മറ്റേ ഇതൊക്കെ ചെയ്ത് ആപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണോ രസമായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്തൊക്കെയോ ചെയ്യുന്നത്. അങ്ങനെയാണ് ആപ്പൊക്കെ. പിന്നെ ഇതിൽ തന്നെ ആയി. അങ്ങനെ നമ്മൾ +1 നമ്മള് പിന്നെ എന്ത് ചെയ്ത് മെറ്റാവേഴ്സ് ബിൽഡ് ചെയ്തു. മെറ്റാവേഴ്സ് അതൊക്കെ നല്ല പണിയെടുത്ത്. കാരണം നമുക്ക് 2 ഡിഫറെന്റ് ഡിവൈസ് സിങ്ക് ചെയ്യണം, മൾട്ടിപ്പിൾ ആൾക്കാരെ കണക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷെ മൾട്ടിപ്പിൾ അല്ല, നമ്മൾ 2 മനുഷ്യന്മാരെ അതിന്റെ കൂടുതൽ മനുഷ്യന്മാരെ നമ്മുടെ ഒരു ഇതിൽ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ എന്തായാലും 2 മനുഷ്യന്മാരെ അതിൽ മറ്റേ ബ്ലെൻഡറിൽ സാധനം വർക്ക് ചെയ്ത്, മറ്റേ സർവീസ് ആക്കി ഡിസൈൻ സാധനം വർക്ക് ചെയ്ത്. അപ്പൊ അൺറിയൽ അപ്പൊ ഒരു സംഭവം കൂടി ഇറക്കില്ല, മറ്റേ ഒരു റിയൽ ലൈഫ് സാധനത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് അതായത് മറ്റേ 3D മോഡൽ ഉണ്ടായിരുന്നല്ലോ, മെഗാ എന്തോ ഒരു സംഭവം. അത് അൺറിയലിന്റെ ഭയങ്കര ഹൈ ക്വാളിറ്റി ഇത് അസറ്റ്സ് ഇട്ടു നമുക്ക്. അതിനൊക്കെ പേരുണ്ട്. ഇപ്പൊ അടുത്തത് ഫാബോ അൺറിയൽ ആക്ച്വലി അത് എടുത്ത് വെച്ചിട്ടുണ്ടോ, അതിന്റെ ഫോട്ടോഗ്രാഫി. അത് പക്ഷെ അൺറിയൽ അടിപൊളിയായി ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ സാധനങ്ങള്. അപ്പൊ ഈ എല്ലയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതില് നമ്മൾ ആക്ച്വലി ഒരു മെറ്റാവേഴ്സ് ഇത് ഇങ്ങനെയൊക്കെ തട്ടുമുട്ടി ഇംപ്ലിമെന്റ് ചെയ്തു. അത് ആക്ച്വലി കൂടുതൽ +2 ഒക്കെ എത്തുന്നതിന് പിന്നെ നമ്മൾ പിന്നെ കുറച്ചും കൂടി അക്കാഡമിക് സാധനത്തിലേക്ക് പോയി. പക്ഷെ എന്നാലും നമ്മൾ സാധനം വിടരുത്. അപ്പൊ നമ്മള് ഇതേമാതിരി തന്നെ ഒരു സംഭവം ബിൽഡ് ചെയ്ത് നമ്മള് മൂന്നില്. അത് പക്ഷെ നല്ല നൈസ് കഴിഞ്ഞു. അത് എന്റെ വീട്ടിൽ നമ്മള് വീട്ടിലേക്ക് ഒരുമിച്ച് നൈറ്റ് ഒക്കെ ഇരുന്ന് ഒക്കെ ഒരു ഹാക്കത്തോൺ വൈബിലാണ് പ്രോജക്ട് ഉണ്ടായത്. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഈ ബിന്നുണ്ടാവില്ലേ, മറ്റേ വേസ്റ്റ് ബിന്ന്. അപ്പൊ ഈ വേസ്റ്റ് ബിന്നില് നമ്മളിപ്പോ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് മറ്റേ ചില കൺട്രീസ് മറ്റേ ₹1 അങ്ങനെയൊക്കെ തരും. അപ്പൊ ആ ഒരു സാധനം നമ്മുടെ കൂടെ ആക്ച്വലി കുറച്ച് സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് ഫെയിൽ. അത് ആക്ച്വലി സ്ഥലത്ത് ഇത് കുറച്ചൊന്ന് ഫെയിൽ ചെയ്യും. എല്ലാം നമ്മൾ ഫോണിലേക്ക് ആക്കാന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് നേരെ ഗൂഗിൾ പേയിലൊക്കെ ഇടാനൊക്കെ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ജസ്റ്റ് സെറ്റപ്പ് ചെയ്ത് ജസ്റ്റ് ബിന്നിലേക്ക് ഇടാമോ, അപ്പൊ ഓട്ടോമേറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ആണോ നോക്കുക, പ്ലാസ്റ്റിക് ഇതാക്കി ആണെങ്കിൽ അത് ജസ്റ്റ് ഇമേജ് വെച്ചിട്ട് പ്ലാസ്റ്റിക് ആണോ നോക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളെ ഗൂഗിൾ പേയിലേക്ക് ഇതാക്കുന്ന ജസ്റ്റ് ആ UPI ആ URL മാത്രം നേരെ കൊടുത്താൽ അങ്ങനെ കൊടുത്തിട്ട് ചെറിയൊരു സംഭവം ഉണ്ട് ചെയ്ത്. അപ്പൊ അതാണ് എന്റെ സ്കൂളിന്റെ ഒരു ജേണി. മേക്കർ സാധനം വലിയ അതിനാണ് നേരെ കോളേജിലേക്ക് അപ്പം അങ്ങനെ കോളേജിലെ സ്കൂളിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോളേജിലേക്ക് വരികയാണ്. പിന്നെ കോളേജിൽ എന്താ സാധനം, കോളേജിൽ കുറേയധികം എക്സ്പെക്ടേഷൻസ് ഉണ്ട്, കുറേയധികം ലാബുകൾ, ഫെസിലിറ്റീസ്, സിമിലർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേയധികം ആൾക്കാര്, കമ്മ്യൂണിറ്റികള് കുറെ കണക്ട് ആയി, സ്പേസ് എല്ലാ കൊണ്ടും അല്ലെ. ഓക്കെ, സോ ബേസിക്കലി സംഭവം പറയാ, ഞാൻ പറഞ്ഞോ LKG മുതൽ +2 വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന മനുഷ്യന്മാർ സെയിമാ. അതായത് ഞാൻ 14 വർഷം ഞാൻ കാണുന്ന ടീച്ചർമാര്, സ്റ്റുഡൻസ്, സ്ഥലം, വീട് ആ ഒരു സെയിം ഇത് തന്നെയാണ് എന്റെ മൈൻഡിൽ. അപ്പൊ പെട്ടെന്ന് ഈ കൊച്ചിയിൽ വന്നപ്പോ ഭയങ്കര ഒരു മെന്റൽ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഓക്കെ ഞാനിനി ഇങ്ങനെയാണ്, അതായത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകണം എന്നുള്ളൊരു സാധനമില്ല. അത് ആക്ച്വലി ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ആ ടൈമിൽ ഒരു പ്രോജക്റ്റ് ഒന്നുമില്ല. നമ്മളെ മൈൻഡ് സംഭവം സെറ്റാക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ കുറച്ച് 2-3 വർഷം. പിന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് സെറ്റായി സീനിയേഴ്സിനോടൊക്കെ മീറ്റ് ചെയ്യും. സീനിയേഴ്സ് ഇങ്ങനെ ഒരു
മറ്റേ ഞാൻ പറഞ്ഞ ഈ ടൈമിലാണ് ദിസ്മാന്റെ സമയം സമയം ആ ടൈമിൽ ആക്ച്വലി ഒരു രോഹിത് വർഷ അവരിലൂടെ അങ്ങനെ അതിന് അപ്പൊ ആ ടൈമില് ഞാൻ അതിന് വേണ്ടിട്ട് ജസ്റ്റ് ഓജ ബോർഡിന് പ്രയോഗത്തിന്റെ വെച്ച് ഉണ്ടാക്കി അതിന് വേണ്ടി ചെറിയൊരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിയിട്ടായിരുന്നു വെബിന്റെ ചെറിയ ഡാഷ്ബോർഡ് സാധനം ഉണ്ടാക്കിയിട്ടായിരുന്നു അത് അതിൽ അത്യാവശ്യം ആക്ച്വലി ശരി. അപ്പം അങ്ങനെ ഇതായി ആ ടൈമിലാണ് പിന്നെ സ്പേസിലേക്ക് വരുന്നത്. പിന്നെ നമ്മള് സ്പേസിന്റെ മീഡിയ പരിപാടികളൊക്കെ പോകുന്നു. മറ്റേ ഒരു 6x6 അർബിങ്ങനെ ഒരു ആമില്ലേ അവിടെ ഒരു ആമ ഉണ്ടാക്കി വെച്ചില്ലേ. അപ്പൊ ആമ അവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചില്ല, പക്ഷെ അതിന്റെ മേലെ സാധനം ഒന്ന് ചെയ്തിട്ട് അവര് ജസ്റ്റ് 3D പ്രിന്റ് ചെയ്തിട്ട് അപ്പം അതിന് അഡീഷണൽ ബോർഡ് സാധനം കൊടുത്തില്ല. അതാണ് എന്റെ രീതി. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് അപ്പൊ ഞാനെന്ത് ചെയ്തു ആമേനെ ദിവസം എടുത്ത് അതിനെ ഡ്രൈവേഴ്സ് ഒക്കെ കണക്ട് ഇതാക്കിയിട്ട് ഒരു ചെറിയ ഫ്രംവെയർ ആയിട്ട് സെറ്റപ്പ് ചെയ്തു പൈത്തൺ. അപ്പൊ ആ ടൈമിലാണ് പൈത്തണൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. സ്കൂളിൽ +1 പൈത്തണാണ്. അപ്പൊ പൈത്തണ് അതിന് ഒരു കുഴപ്പമില്ലാത്ത ധൈര്യം ഉണ്ട്. അത് കഴിഞ്ഞപ്പോ ഇവിടെ എത്തിയപ്പോ പിന്നെ ഇത് പൈത്തൺ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ജസ്റ്റ് ആമിനെ കൺട്രോൾ ചെയ്തിട്ട് യുവരെ ടിക്കയും അതിൽ ജസ്റ്റ് ഒരു ബേസിക് UI സെറ്റപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ആം കൺട്രോൾ ചെയ്യുക, സ്പെസിഫിക് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന സാധനത്തിന്റെ പേരെന്തായിരുന്നു? പൈത്തൺ ലൈബ്രറി പൈത്തൺ ലൈബ്രറി. അപ്പൊ ടീക്കിങ് അതിൽ ജസ്റ്റ് നമുക്ക് ആമ കൺട്രോൾ ചെയ്യാനുള്ള ബേസിക് സ്ലൈഡേഴ്സും പിന്നെ കുറച്ച് സെറ്റായ മോഷൻസും സെറ്റ് ചെയ്ത് അപ്പം അങ്ങനെ ചെറിയൊരു സാധനം ബിൽഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതേ വേണ്ടി പാരലി പറഞ്ഞ ഇതിൻ്റെ കൂടെ പാരലി വീട്ടിൽ സംഭവം സെറ്റപ്പ് ആണ് ഹോം ലാബിങ്. അതായത് വീട്ടിൽ ഒരു സെർവർ സെറ്റപ്പ് ചെയ്യുക. അതായത് ഞാൻ അധികം മറ്റേ ഇതൊക്കെ അല്ലേ എന്റെ ഫോട്ടോസ് ആണ് ആക്ച്വലി ഒരു പരിപാടി. എന്റെ ഫോട്ടോസ് അറിയില്ല. അപ്പൊ എന്റെ ഫോട്ടോസിന്റെ ഒരു സെൽഫ് ഹോസ്റ്റഡ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ജസ്റ്റ് മൂവീസ് ഒക്കെ സാധനം ഇങ്ങനെ കുട്ടി പരിപാടി ചെറിയൊരു സെർവർ വീട്ടിൽ സെറ്റപ്പ് ചെയ്യുക, ചെറിയൊരു സെർവർ വീട്ടിൽ സെറ്റപ്പ് ചെയ്യുക, അതിന്റെ ഇതൊക്കെ ആക്കുക. പിന്നെ പൈഹോൾ സെറ്റപ്പ് ചെയ്ത് ആഡ്സ് വർക്ക് ചെയ്യുക. പൈഹോൾ സെറ്റപ്പ് ചെയ്ത് ഓരോ ഗുണമുണ്ട്. നമുക്ക് നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്യാൻ പാടില്ല, വീസ് പാടില്ല. അപ്പൊ പൈഹോൾ സെറ്റപ്പ് ചെയ്യുക, അങ്ങനെ ജസ്റ്റ് ചെറിയ സെർവറൊക്കെ സെറ്റപ്പ് ചെയ്ത് അപ്പൊ അതിനെ ഈ ലിനക്സ് സാധനമൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കി. അപ്പൊ പിന്നെ കുറച്ച് കർണൽ ജമ്പ് ചെയ്ത് എങ്ങനെയാ പിന്നെ പറഞ്ഞാൽ അപ്പത്തേക്ക് ഞാൻ പിന്നെ കുറച്ചും കൂടി ഹാർഡ്വെയർ സാധനത്തിലേക്ക് നല്ല അങ്ങനെ ഇറങ്ങുന്നു. വേറെ കുറച്ച് പ്രോജക്ട്സും പരിപാടിയൊക്കെ. അതായത് ESP നമുക്ക് Arduino IDE വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് ESP നമ്മൾ യൂഷ്വലി ESP8266 അല്ലെങ്കിൽ ESP32 അതിപ്പോ Arduino IDE വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി പ്രോഗ്രാം ചെയ്യുക. പക്ഷെ നമ്മൾ ESP ചില പ്രൊഡക്ഷനിൽ ഉപയോഗിക്കൂലേ. പ്രൊഡക്ഷനില്ല ആക്ച്വലി കുറച്ചൊന്ന് അതായത് ESP ആ ബോർഡിലുള്ളപ്പോ DMM ഡയറക്ട് മെമ്മറി അലൊക്കേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ അനലോഗ് കൺവെർട്ടർ DAC അതിനൊക്കെ ബോർഡിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ല അടിപൊളി കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ESP IDF എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അവരുടെ ഓൺ ഐഡിയ ഉണ്ട്. അവരുടെ ഓൺ ഐഡിയ അത് SDK വഴി അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ ഒന്ന് ടിങ്കർ ചെയ്യാൻ നോക്കി. ടിങ്കർ ചെയ്ത് കുറച്ചും കൂടി അപ്പൊ ESP പക്ക ലോ ലെവൽ ശരിക്കും നമ്മുടെ Arduino റൺ ചെയ്യാൻ ആക്ച്വലി ESP IDF തന്നെ അത് അതിനെ പാർസ് ചെയ്ത് പോകുന്നതാണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഒരു ടിങ്കർ ചെയ്യാൻ തുടങ്ങി. പിന്നെ മെല്ലെ പിന്നെ കൊച്ചി ഫോസിൽ പോകാൻ തുടങ്ങി. കൊച്ചി ഫോസ് ആക്ച്വലി ഫോസ് അറൗണ്ട് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് അറൗണ്ട് ബിൽഡ് ചെയ്ത കൊച്ചി അടിപൊളി കൂൾ കമ്മ്യൂണിറ്റി ഉള്ള പോലെ തന്നെ ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ വെൽക്കമിങ് പീപ്പിൾ ആണ്. അങ്ങനെ ഫോസിന്റെ അടുത്ത് മീറ്റപ്പിനോ അപ്പൊ ഞാനിങ്ങനെ മീറ്റപ്പിന് വന്നൊരു ടൈമിലാണ് അപ്പൊ അവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ടായല്ലോ. അവിടെ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ എന്റെ ഫിഗ്മ മറ്റേ നമ്മൾ ഫിഗ്മ വാച്ച് പാർട്ടി ഇല്ലേനോ ആ ടൈമിലാണ് ഇവരെ ഫിഗ്മന്റെ മാക്രോ കീ സാധനം ഇറക്കുന്നത്. അപ്പൊ മാക്രോ കീസ് അറിയുമ്പോൾ നമ്മള് കൊള്ളാം അടിപൊളി സാധനം നോക്കും. ഭയങ്കര പൈസയാ. ഇമ്പോർട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ കിട്ടാറില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചതൊന്നും ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഇതൊക്കെ പാർട്സുകൾ ഇങ്ങനെ റീപർപ്പസ് ചെയ്യാം. അതിപ്പോ ഇങ്ങനെ വാങ്ങിച്ച പാട്ടുകളല്ല, വീട്ടിൽ അവിടെ ഇവിടെ ഒക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ റീപർപ്പസ് ചെയ്യും. അപ്പൊ ബേസിക്കലി ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടി. അപ്പം അച്ഛനും അമ്മയും ഇപ്പൊ ഇലക്ട്രോണിക്സ് സാധനമാണ് അധികം എന്നോട് ചോദിക്കുന്നത് ഇത് വേണോ എന്ന് പറയും. ബേസിക്കലി ട്രാസ്കാനും അവരുടെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ വഴിയാണ് ഞാൻ. ഓക്കെ അപ്പൊ എന്തെങ്കിലും സാധനം ഇതാക്കി ഞങ്ങൾക്ക് വേണ്ട ട്രാഷ് അതാണ്. അപ്പൊ എന്റെ റൂം രസമായിരുന്നു. എന്റെ റൂം എന്ന് പറഞ്ഞാല് എനിക്ക് ആക്ച്വലി നമ്മുടെ ഉള്ളിൽ ബെഡ്റൂംസ് അപ്പൊ ബെഡ്റൂംസിൽ എന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ വൃത്തിക്ക് കിടക്കാൻ പറ്റില്ല. എന്റെ ബെഡിന് ഞാൻ അടുത്ത് സൈഡിൽ വെച്ച് ഈ ബെഡിന്റെ മേലെ ഫുള്ള് ഞാൻ ഓരോ ചെപ്പ് ചെറുസാണ് അങ്ങനെ കാണുന്നതിന് ബിൽഡ് ചെയ്യാനുള്ളൊരു സന്തോഷം. അതല്ലേ അത് കാണുന്നതിന് ഒരു രസമാണ്. ചെയ്യാവുന്ന സാധനം. ആ ഒരു ടൈമില് ഞാൻ ആക്ച്വലി എന്നിട്ട് എന്ത് ചെയ്ത് ഒരു BSNL പണ്ടതില്ല എന്നെ കിടക്കണ്ടേ. അപ്പൊ അതിന് അച്ഛൻ പറഞ്ഞത് ഇതിലൊക്കെ ചെയ്യാൻ പാടോന്നൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കുമ്പോ ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് സാധനം കണക്ട് ആണ്. Sigma Tech BSNL ലൈറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ BSNL തുറന്നപ്പോ അതിനുള്ള കീസ് ഉണ്ട്, അഡ്രസ്. അപ്പൊ ഓരോ
അതായത് കണ്ടിന്യൂറ്റി ചെയ്യുമ്പോൾ ഓരോ കീസ് നമുക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെടുത്തിട്ട് ഞാൻ മറ്റേ ESP32 ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് ഓരോ ജസ്റ്റ് കീ മാപ്പ് ചെയ്ത് അതിനും ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ. കീ എങ്ങനെ മാപ്പ് ചെയ്യുമോ? കീ ഒന്നല്ല, സ്വിച്ച് ആണല്ലോ. ഓക്കെ ഓക്കെ സ്വിച്ചസ് ജസ്റ്റ് ഇത് ഹൈ ആണ് ഇത് ലോ ആണെങ്കിലും അങ്ങനെ അത്ര ജസ്റ്റ് കറണ്ട് പാസ് ഓക്കെ അങ്ങനെ ESP-ന്റെ കൊടുത്ത് ESP നേരെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക്. അപ്പൊ ഈ മെയിൻ സംഭവം എനിക്കിത് വയർലെസ് ആക്കണമായിരുന്നു. അപ്പൊ ആ ടൈമില് വയർലെസ് ഞാൻ നോക്കിയ ടൈമിൽ മറ്റേ RP2040 റാസ്ബെറി പൈന്റെ അതിന് HID സപ്പോർട്ട് ഉണ്ട് വയർഡ് ആയിട്ട്. അത് ഞങ്ങൾക്ക് വയർഡ് ആക്കണമായിരുന്നു. അപ്പൊ അതിന് വയർഡ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നില്ല മറ്റേ Arduino Pro Micro Pro Nano അങ്ങനത്തെ സംഭവം ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. അതെ Pro Mini ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ അതിന്റെ ആക്ച്വലി HID സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇത് രണ്ടും എന്റെ കയ്യിലില്ല. അതിന്റെ താഴെയുള്ള ESP. അപ്പം ESP വർഗീകരിക്കണമല്ലോ. അപ്പൊ ESP വയർഡ് നമുക്ക് കുറെ കിടന്ന് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. കാരണം ഡിവൈസായി ഇന്റർഫേസ് ഇതില്ലല്ലോ, ഹാർഡ്വെയർ ഇല്ല. അപ്പം ഞാൻ എങ്ങനെ വയർഡിനെക്കാട്ടും അടിപൊളിയാണല്ലോ വയർലെസ്. നമ്മൾ സ്വന്തം പറഞ്ഞാൽ വിശ്വസിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഇതിനെ വയർലെസ് ചെയ്യാൻ പറ്റുമോ? കാരണം വയർലെസ് ആ പ്രോട്ടോകോൾ നമുക്ക് ആക്ച്വലി ഇതാക്കാം. അപ്പൊ ബ്ലൂടൂത്ത് വഴി ബ്ലൂടൂത്തിന്റെ ഒരു ഡിവൈസ് ആണ് ആക്ച്വലി പറ്റും. പക്ഷെ പറ്റുന്നുള്ള തന്നെ ഒരു ലൈബ്രറി, അതായത് ബ്ലൂടൂത്ത് വഴി നമുക്ക് ESP ഒരു ഡിവൈസിനോട് കണക്ട് ചെയ്യാനുള്ള ലൈബ്രറി ഉണ്ട്. പക്ഷെ ഞാനത് ഇപ്പോഴും ഞാൻ പറ്റുന്നില്ല. അപ്പൊ ജസ്റ്റ് ഗിറ്റബിൽ പോയി ഇഷ്യൂസ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ 100 ഇഷ്യൂസ് ഉണ്ട്, ഒന്നും സോൾവ് ചെയ്യില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്തായാലും മുന്നോട്ട് പറ്റില്ല. അങ്ങനെ ഞാൻ ഇതാക്കി ആ ഇഷ്യൂ പറഞ്ഞ് എന്തൊക്കെയാ എനിക്കൊന്നും ആർക്കും സിമിലർ ഉണ്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തപ്പിങ്ങനെ ഒരു ഇഷ്യൂല് ഒരു പുള്ളിക്കാരൻ ഈ ലൈബ്രറി ഒന്നും വേണ്ട, ഞാനൊരു സാധനം പറഞ്ഞില്ല അത് പ്രസന്റ് ചെയ്താൽ മതി ഒരു വൈബൻസ് അയ്യോ പേര് ഓർമ്മയില്ല. ഓക്കെ അപ്പൊ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഈ ക്വയറി കോഡ് എഴുതിയാൽ മതി, ലൈബ്രറി ഒന്നും എനിക്ക് വേണ്ട പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വർക്ക് ചെയ്തൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തു വർക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ല. ആക്ച്വലി ഇപ്പൊ എന്റെ കോഡിന് എനിക്കൊന്ന് ഞാൻ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി എന്റെ കോഡിന്റെ മേലെ കിടക്കുന്ന ആ സെറ്റ് ഓഫ് സാധനങ്ങൾ ആക്ച്വലി മൂപ്പര് വിളിച്ചതാ. ഈ ലൈബ്രറി ഒന്നും നിങ്ങൾ നോക്കണ്ട, ഈ സാധനം ചെയ്താൽ മതി, ലൈബ്രറി ഒന്നും ശരിയാവില്ല, ഞാൻ കുറെ അതിന്റെ വില ഇരുന്നത് ആക്ച്വലി കൂടായിരുന്നു. അങ്ങനെ ആക്ച്വലി ഞാൻ ഈ സാധനം ഉണ്ടാക്കി. അങ്ങനെ സാധനം വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കി. അത് ആക്ച്വലി ഞാൻ ആർക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കും. അതിന് ഞാൻ ആക്ച്വലി അതിനോട് പാരലൽ ചെറിയൊരു ഫ്രെയിംവെയറും കൂടി ഉണ്ടാക്കി. അപ്പൊ അതിന് ഞാൻ മാപ്പ് ഇപ്പൊ ഞാൻ ഫിഗ്മ കൺട്രോൾ കോപ്പി പേസ്റ്റ് സാധനം അങ്ങനെ ഇപ്പൊ ഞാൻ അതേമാതിരി തന്നെ ഇപ്പൊ ഫിഗ്മ അല്ലെ പിന്നെ VS Code പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അങ്ങനെ അതിന് ഓട്ടോസിറ്റ് ചെയ്യാനുള്ള ഫ്യൂച്ചർ ചെയ്യാം. അത് ആക്ച്വലി ഞാൻ ഇനീഷ്യലി റെസ്റ്റിലാണ് ബിൽഡ് ചെയ്യാൻ നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി റെസ്റ്റ് നമ്മളെ കയ്യിൽ ദൂര കുറച്ച് പണിയാ, നമ്മള് വിചാരിക്കില്ല. അപ്പൊ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ആ ടൈമിൽ റെസ്റ്റ് കുറച്ച് പണിയില്ല. പിന്നെ ഇപ്പൊ നോക്കി വിവരം വെച്ച് മറ്റേ പൈത്തൺ വരെ നേരെ നമുക്ക് കയറി ടൈപ്പ് ചെയ്യാമല്ലേ. അത് നമ്മൾ പൈത്തൺ ശരി ഇപ്പൊ റെസ്റ്റിന്റെ ഗിറ്റബിൽ ഉണ്ട് അത് ഒന്ന് സെറ്റ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ മെല്ലെ വരുമാനേ നമ്മളെ പണ്ടത്തെ ഒരു സർവർ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ്ലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എവിടെയും എന്താ പറയാ ഉപയോഗിക്കുകയൊന്നും ചെയ്ത്. അപ്പൊ നമ്മൾ ഈ ക്യാപിറ്റലിസം കൂടി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ഇപ്പൊ പ്രൈം പൈസ കൂട്ടി, ആഡ് ഉണ്ട്, പിന്നെ നെറ്റ്ഫ്ലിക്സ് പ്രൈസ് കൂട്ടിയ ചെറുതായി കൂട്ടും. അപ്പൊ അതിന് ഓരോ പിന്നെ 10-20 മറ്റേത് ആകെ 2-3 സിനിമ കിട്ടും. അപ്പൊ ഭയങ്കര പ്രശ്നം. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നമുക്ക് എന്തായാലും ഡൗൺലോഡ് നമുക്ക് കിട്ടാറുണ്ടല്ലോ ഒരിക്കലും ചെയ്യരുത്, ഒന്നുകൂടി പറയാം, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ ടോറന്റിങ് വഴി കിട്ടാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. ഓക്കെ അപ്പൊ എനിക്ക് അവിടെ ഒരു സർവറും കിടക്കുന്നുണ്ട് വീട്ടിൽ. അപ്പൊ ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുക, നമ്മൾ എന്തെങ്കിലും കൂൾസാൻ ചെയ്യണത്. അങ്ങനെ ഞാൻ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മളെ ഇങ്ങനെ ആൾക്കാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈറ്റുകൾ, ഓക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സൈറ്റുകൾ ഏതൊക്കെയാ, YTS, RARB, അങ്ങനെ കുറച്ച് സൈറ്റുകളുടെ ഞാൻ എന്ത് ചെയ്തു ബാക്കിൽ ജസ്റ്റ് സ്ക്രൈപ്പ് ചെയ്ത് കുറെ API എൻഡ്പോയിന്റ്സ് അവരിങ്ങനെ തരുന്നുണ്ട്. സൈറ്റ് ഞാൻ മെൻഷൻ ചെയ്യൂല. ഓക്കെ ചില സൈറ്റുകൾ API എൻഡ്പോയിന്റ്സ് തരുന്നുണ്ട്. കുറെ തേർഡ് പാർട്ടി APIs ഉണ്ട്, പക്ഷെ കുറെ ഒക്കെ ബ്രോക്കണം. കാരണം അവര് മറ്റേ ഇതില്ലേ പ്രോക്സി ഇത് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പൊ കുറെ ഒക്കെ സൈറ്റുകൾ API എൻഡ്പോയിന്റ്സ് തരും കുറെ സൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ API എൻഡ്പോയിന്റ്സ് എടുത്ത് വെച്ചു. അപ്പൊ ഈ API എൻഡ്പോയിന്റ്സ് വഴി എനിക്ക് മൂവി സെർച്ച് ചെയ്യാൻ പറ്റും. അത് ആ ടോറന്റ് ആ ലിസ്റ്റിലുള്ള മൂവീസ് എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ പറയാം അപ്പൊ ഏതൊക്കെ ഒരു മൂവി ഒരു ഇഡിയോക്രസി ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ആ IMDb ഇവരുടെ API ആക്ച്വലി IMDb കണക്കില്ല. അപ്പൊ IMDb ഇവർ തന്നെ സെർച്ച് ചെയ്ത് തരും. IMDb ആകുന്നുണ്ട് ഓക്കെ. അപ്പൊ അതിൽ തന്നെ അവരെന്നെ സെർച്ച് ചെയ്ത് തരും. അപ്പൊ എനിക്കെന്താ, അപ്പൊ ഞാനിപ്പോ API ജസ്റ്റ് ഒരു സിമ്പിൾ UI ഒരു സെർച്ച് ബാർ
ഞാനിങ്ങനെ സെർച്ച് ചെയ്യും. ഇപ്പോൾ ഒരു സിനിമ സെർച്ച് ചെയ്യും, സെർച്ച് ചെയ്യാൻ ഇപ്പോൾ സിനിമ വരിക, ക്ലിക്ക് ചെയ്യുക, അതൊക്കെ തരും. എന്നിട്ട് അതിന്റെ അടിയിൽ ഇവർ എന്ത് ചെയ്യും, ആ മിറർ ലിങ്ക്സ് ഉണ്ടാവില്ലേ, മിറർ ലിങ്ക്സ് എവിടെയൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ കാണുന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് ലൈൻ ടൂൾ ഉണ്ട്. അതായത് ഈ ടോറന്റ് ഇല്ല, യൂടോറന്റ് ബിറ്റോറന്റ് നമ്മൾ തന്നെ ടോറന്റിങ്ങിന്റെ കമാൻഡ് ലൈൻ ടൂളാണ് ട്രാൻസ്മിഷൻ. ഭയങ്കര സിമ്പിൾ ടു യൂസ് ആണ്. ജസ്റ്റ് ട്രാൻസ്മിഷൻ സ്പേസ് നമ്മളുടെ മിറർ ലിങ്ക് അടിച്ചു കൊടുത്താൽ മതി. മറ്റേ ആഡ്സ് ഇല്ല, ഒന്നുമില്ല. ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ സർവറിൽ തന്നെയാണല്ലോ, അപ്പൊ ഞാനിത് നേരെ എടുത്ത് ട്രാൻസ്മിഷനിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതില് ആ സൈറ്റ് എന്ത് രസമാണ്, ആ സൈറ്റിൽ അടിയിൽ സ്ക്രോൾ ചെയ്ത് എന്റെ വീട്ടുപേരുണ്ടോ, ആ വീട്ടുപേരടിച്ച് ഒരു ട്രാൻസ്മിഷൻ അത് ഡൗൺലോഡ് ആക്കി. ഡൗൺലോഡ് ആക്കി കാര്യമില്ല, നമുക്ക് കാണാമല്ലോ. അപ്പൊ മറ്റേ എന്റെ ഉള്ള സ്മാർട്ട് ചെയ്യുന്ന സാധനം ഉണ്ട്. അപ്പം ഞാൻ ജെല്ലിഫിൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പൊ ജെല്ലിഫിൻ നമ്മൾ ബേസിക്കലി സർവറിൽ ഇടുന്ന സർവറിൽ ജെല്ലിഫിന്റെ ഒരു ഇൻസ്റ്റൻസ് ഓടിക്കും, സ്മാർട്ട് ടിവിയിൽ ഓടിക്കും. അപ്പൊ മൂപ്പര് നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ജെല്ലിഫിൻ മറ്റേ സർവറിന്റെ സാധനങ്ങൾ എനിക്ക് ആക്ച്വലി സ്മാർട്ട് ടിവിയിൽ കിട്ടും. എനിക്ക് മനസ്സിലായില്ല, അതായത് നിന്റെ സെർവറിൽ ആക്ച്വലി ജെല്ലിഫിൻ റൺ ചെയ്യുന്നുണ്ട്, ടിവിയിൽ ഒരു ഇൻസ്റ്റൻസ് റൺ ചെയ്യാറുണ്ട്. ഓക്കെ, മറ്റേ സർവറിൽ റൺ ചെയ്യുന്നത് സർവറും ഇതിൽ റൺ ചെയ്യുന്നത് മറ്റേ ക്ലയന്റും. ഓക്കെ, അപ്പൊ സർവറിൽ ഈ ജെല്ലിഫിന്റെ ഒരു ഡയറക്ടറി ഉണ്ട്, ഇപ്പൊ മൂവീസ്, ഷോസ് ഇത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഡയറക്ടറിയിൽ ഞാൻ ജസ്റ്റ് സെയിം വൈഫൈ ഉണ്ടല്ലോ. അത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ക്ലൗഡ് സർവീസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഡയറക്ടറിയിൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ടിവിയിൽ കിട്ടും. ട്രാൻസ്മിഷൻ ഓപ്പൺ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളെ ജെല്ലിഫിനിലേക്ക്. അപ്പൊ എനിക്ക് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ സെർച്ച് ചെയ്യും, സിനിമ ഒരു 10 മിനിറ്റ് നമ്മൾ ടി വി എടുക്കുന്നു, സിനിമ. ഓക്കെ, നൈസ്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് ഉദ്ദേശിച്ച നല്ല രസമായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ പ്രാക്ടിക്കലി ഉപയോഗിക്കാത്തൊരു സാധനമാണ്. ഓക്കെ, ഉപയോഗിക്കാത്തൊരു ഇപ്പൊ റീസെന്റ് ചെയ്തോണ്ടിരുന്ന പ്രോജക്റ്റ് ഇല്ലേ, നമ്മള് മറ്റേ അത് ആക്ച്വലി നമ്മള് എന്താ പറയാ, അത് നമ്മൾ ഈ ടാബ്ലറ്റ്സ് നമ്മൾ യൂഷ്വലി കൊടുക്കുമ്പോൾ ലെവൽസസ് കൊടുക്കുമ്പോൾ സെൻസ് ഓഫ് പേഴ്സണലൈസേഷൻ ഇല്ലല്ലോ. അപ്പം നമ്മള് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ റാൻഡംലി ഇപ്പൊ ഞാൻ പറയാം, ഓക്കെ ഇങ്ങനെ അതായത് ജസ്റ്റ് ആ സ്റ്റോർ വന്ന് പോവാന്നുള്ളൊരു സാധനം. അപ്പം ഞാൻ ഇപ്പൊ ആ ഒരു ടൈമിൽ എന്താണ് നമുക്ക് സെൻസ് ഓഫ് പേഴ്സണലൈസേഷൻ കൊടുക്കാണ്. അപ്പം ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, അതായത് പാംപ്ലെറ്റ്സിന്റെ ബാക്കിൽ ജസ്റ്റ് അവരെന്തെങ്കിലും ഇനീഷ്യലി അവരൊരു ഫോട്ടോ അങ്ങനെ എന്തോ ഒരു സാധനം, അത് ജസ്റ്റ് ഒരു ഫോട്ടോ, അത് ശരിയില്ല, എഫേർട്ട് ഇല്ല, കഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പൊ എഫേർട്ട് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അപ്പൊ എന്ത് തീരുമാനിച്ചു, ഇനിഷ്യലി ആസ്കി ആർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അത് ഇമേജിനെ ആസ്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതാക്കാം. അപ്പൊ ആസ്കിലേക്ക് കൺവേർട്ട് നമ്മുടെ പേപ്പർ വൈറ്റ് അല്ലേ, വൈറ്റ് പേപ്പറിൽ ആസ്കി ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ കാണാൻ കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി ഇതുണ്ടാവില്ല. അപ്പൊ ഞാൻ അതിനെ കുറച്ചും കൂടി ഒന്ന് റിസർച്ച് ചെയ്തു. ആ ടൈമിലാണ് ഈ ഹാഫ് ടോൺ പ്രിന്റിംഗ് പറയുന്ന സംഭവം കണ്ട്. മറ്റേ പണ്ട് ഈ 90s ഈ early 90s ഈ പേപ്പറിൽ ഇമേജസ് പ്രിന്റ് ചെയ്യാൻ നമ്മൾ മറ്റേ ഈ കൊക്കോകോളൊക്കെ ആഡ് ഇല്ലേ, അത് മറ്റേ കൊക്കോകോള ആക്കുന്നില്ല, മറ്റേ ഇങ്ങനെ മനസ്സിലായി, അങ്ങനത്തെ ഡോട്ട് പ്രിന്റിംഗ് അതാണ് ഹാഫ് ടോൺ. അപ്പം ആ സംഭവം ചെയ്യാൻ പറ്റുന്നത് അത്. അപ്പൊ ഞാൻ അതിന്റെ ആക്ച്വലി പ്രോസസ് അടിച്ച്. അപ്പൊ ഫസ്റ്റ് ഒരു ലെയർ ഉണ്ടാവും, എന്നിട്ട് അതിന്റെ ഇപ്പൊ നമ്മുടെ ഡാർക്ക് അല്ലെ കോൺട്രാസ്റ്റ് കൂടിയ സ്ഥലത്ത് അതിന് വേറൊരു ലെയർ വരും, അങ്ങനെ പഠിച്ചു. അപ്പൊ ആക്ച്വലി അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. എന്റെ ഗിറ്റബിൽ ഇപ്പൊ കിടക്കുന്ന ഗിറ്റബിൽ ആക്ച്വലി ഞാൻ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്, ഞാൻ റെഫർ ചെയ്ത ടീംസിനെ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഇമേജിനെ എടുക്കുക, നമ്മളിങ്ങനെ എടുക്കുക, എന്നിട്ട് അതിന്റെ ഓരോ കോൺട്രാസ്റ്റ് ലെവൽ സെറ്റ് ചെയ്യുക, ഇനീഷ്യലി ഒരു ഇത് അടിക്കുക, എന്നിട്ട് അതിന്റെ അതിന്റെ കോൺട്രാസ്റ്റ് കൂടി ഒന്നും കൂടി എടുക്കുക. ശരി, ആ ഇമേജ് ആക്ച്വലി പ്രിന്റ് ചെയ്താണ് ലെയർ ബൈ ലെയർ ഒരുമിച്ച് കൊടുത്തിട്ടാണ് ഒറ്റ ഉണ്ടാക്കിയത്. പിന്നെ റാദർ ദാൻ ഒരൊറ്റ സിംഗിൾ സാധനം വരുന്നതിനെ കാരണം ലെയർ ബൈ ലെയർ ആക്കി ഒറ്റ പ്രിന്റ് വന്നതാ. അപ്പം അങ്ങനെ ഹാഫ് ടോൺ ആക്കാം. പക്ഷെ അതിന്റെ വേറെ ഇത് പോയി. അപ്പൊ ജാസിനോട് ആ ടൈമിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്കിയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആസ്കിയ ചെയ്യണം, അതിന്റെ മേലെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ ആൾക്കാർ ഇത് ആസ്കിയ ഹാഫ് ടോൺ ആസ്കി ഒന്നും മാറ്റി പിടിച്ചത് അങ്ങനെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി അത് അത്യാവശ്യം നല്ലോണം കത്തിയൊരു സാധനം. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്ത മെയിൻ ഇത് പക്ഷെ ഒരു സാധാരണ ഒരു ഇതാണല്ലോ. പക്ഷെ അവിടെ നമുക്കൊരു വെറൈറ്റി ഇതില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ച്, പക്ഷെ പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ ലോക്കലി ഓടണം, അതിന് നമുക്ക് കമ്പ്യൂട്ടറിൽ ഓടിക്കാൻ വിചാരിച്ചു. അത് നമ്മുടെ സ്പേസിന്റെ പ്രിന്ററിൽ ഒരേ വൈഫൈയിലാണെങ്കിലാണ് വരെ കണക്ട് ചെയ്യാൻ പറ്റൂ, മറ്റു ഡിവൈസിനാ. അപ്പോ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലാപ്പ് മറ്റേ പ്രിന്ററിൽ കണക്ട് ചെയ്ത്, എന്നിട്ട് ഒരു പൈയില്ലേ റാസ്ബെറി പൈ ക്യാമറ ഒരു സാധനം ഉണ്ടാക്കിയിട്ടായിരുന്നു. അതും പിന്നെ ചെറുതായിട്ട് നമ്മൾ ഊരി. ആ റാസ്ബെറി പൈ വേറൊരു പ്രോജക്റ്റ് ഇങ്ങനെ തുടങ്ങാനുള്ള ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഇതിൽ അപ്പൊ ക്യാമറ റാസ്ബെറി പൈ എടുത്തിട്ട് ചെറിയ ക്യാമറ സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പൊ ഉണ്ടാക്കുന്ന ഒരു ഫോല് അങ്ങനെ ഒരു സ്വിച്ച് വെക്കാൻ പറഞ്ഞേ, സ്വിച്ച് അത് കുഴപ്പമില്ല. അപ്പൊ ജസ്റ്റ് ഞാനിങ്ങനെ വിളിച്ചിട്ട് ലൈക്ക് ഫോണിൽ നിൽക്കാതെ
ആഡ് ചെയ്യാം, നമുക്ക് അടുത്ത പ്രാവശ്യം ഫിംഗർ സ്പേസ് പോകുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് റാസ്ബെറി പൈ ക്യാമറ എടുക്കുന്നു, ആൾക്കാരെ ഫോട്ടോ എടുക്കുന്നു, റാസ്ബെറി പൈൻ്റെ ഉള്ളിൽ തന്നെ പ്രോസസ് ചെയ്യുന്നു, ഓക്കെ മൊബൈൽ മറ്റേ ബുക്സ് സാധനം സെൻഡ് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. സംഭവം അതായത് അത്യാവശ്യം നല്ല ഒരു പ്രോജക്റ്റ്. ഓക്കെ ഓക്കെ മറ്റേ ഇതില്ലേ മറ്റേ ഫോഴ്സ് കോൺഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പൊ പിച്ച് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് കോൺഫറൻസ് അപ്പം അങ്ങനെ അത് ആക്ച്വലി സംഭവം മെയിൻ സംഭവമാണ്. നമ്മൾ ഈ ബൈക്ക് പോലെ ബൈക്ക് എടുത്ത് ലൈക്ക് 2 വീലർ എടുത്ത് മോസ്റ്റ്ലി പോകും. എന്റെ മെയിൻ പ്രശ്നം പറഞ്ഞാൽ എനിക്ക് മറ്റേ വാച്ചില്ല. സ്മാർട്ട് വാച്ച് ഉള്ളവർക്ക് ആക്ച്വലി സുഖം. മറ്റേ അപ്പോ കണ്ടക്ട് തന്നില്ല. ഇപ്പൊ നാവിഗേഷൻ സാധനം, അതായത് ഇപ്പൊ ഗൂഗിൾ മാപ്സിന് ഞാനൊരു ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാല് ഞാനിപ്പോ എങ്ങനെ ഫോൺ എടുക്കുക നോക്കുക, ഓക്കെ 300 മീറ്റർ ലെഫ്റ്റ്, 400 മീറ്റർ പോകുന്നു, ഓക്കെ വാച്ചിലുള്ളവർക്ക് നല്ല ആക്ച്വലി കുറച്ചും കൂടി സിമ്പിളാണ്. ലൈക്ക് വാച്ചിലേക്ക് കണക്ട് ഓക്കെ. പക്ഷെ നമ്മളിങ്ങനെ വാച്ചിലേക്ക് നോക്കി നടക്കാതുള്ള ഒരു സംഭവം ഒരു പ്രശ്നമാണ്. ഞാൻ എപ്പോഴും തന്നെ നോക്കും, ഫോൺ നോക്കും, ഓക്കെ അതില്ല, അടുത്ത അങ്ങനെ ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാനിത് എങ്ങനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യണമെന്നുള്ള ഇതിലേക്കാണ്. അപ്പൊ സോൾവ് ചെയ്യണോ, അപ്പം അങ്ങനെയാണോ നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഞാൻ അധികവും ഇതുവരെ ഞാൻ പറഞ്ഞു എന്റെ ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒരു 90% എന്നെ റിവോൾവ് ചെയ്യുന്നത് എന്റെ അല്ല എന്റെ എൻവയോൺമെന്റ് റിവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്. അല്ലാണ്ട് ഞാനിപ്പോ ഇങ്ങനെ ലോക പ്രോബ്ലം സോൾവ് ചെയ്യുക അങ്ങനത്തെ ഞാൻ ബിൽഡ് ചെയ്തില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ക്ലാസിന്റെ സാധനം എനിക്ക് ക്ലാസ് വെക്കാൻ പറ്റുന്നില്ല, ഇത് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, പിന്നെ ആസ്കാപ്പൊക്കെ പിന്നെ സർവറിന്റെ സാധനം അതൊക്കെ തരുള്ളൂ. അപ്പം ബേസിക്കലി എന്റെ റിവോൾവ് അറൗണ്ട് ചെറിയ കുട്ടി സാധനങ്ങൾ സോൾവ് ചെയ്യാൻ മാത്രമാണ് എന്റെ ഒരു എന്നിട്ട് അതൊക്കെ ആർക്കെങ്കിലൊക്കെ ഉപയോഗപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഈ സാധനം എടുക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ കുറച്ചുകൂടി വീട്ടുണ്ടല്ലോ, അപ്പൊ നമ്മള് മറ്റേ ഇങ്ങനെ ഇത് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് ചെറിയൊരു ഡിസ്പ്ലേ വേണം, പിന്നെ അഥവാ ജസ്റ്റ് ടൈം, അതായത് ലൊക്കേഷനൊപ്പം കാണിക്കണമെന്നില്ലല്ലോ, ടൈം കാണിക്കാൻ ചെറിയൊരു റിയൽ ടൈം ക്ലോക്ക് സാധനം സെറ്റപ്പ് ചെയ്യണം. പിന്നെ നമ്മളെ സ്വന്തം ഡെവലപ്ഡ് ESP അവിടെ നല്ല ശീലമായി, ESP ചവറണീന് കിടക്കുന്നുണ്ട് കുറെ. അപ്പൊ അങ്ങനെ ചവറാണിക്കിന് പറയുന്നുണ്ട് കുറെ കിടക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് അപ്പൊ കുറെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിലത്തെ ESP എടുത്ത് ഓൾറെഡി ഉള്ള സാധനം വെച്ചിട്ട് ഒരു സാധനം ഞാൻ വയർ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഇതിന്റെ ജസ്റ്റ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഫ്ലട്ടറും വലിയ കുറച്ച് ഐഡിയ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഫ്ലട്ടർ വെച്ച് സിമ്പിൾ ആപ്പ്, കാരണം സൈറ്റ് ഉണ്ടാക്കുന്നതിനെ നല്ല ആപ്പല്ലേ, കാരണം എപ്പോഴും കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനം ആയിരിക്കുമല്ലോ. അതിനെക്കൊണ്ട് ആപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി ജസ്റ്റ് ഗൂഗിൾ മാപ്സിന്റെ ഏരിയയിലൊക്കെ കണക്ട് ചെയ്യാം. ഞാൻ പിന്നെ ഗൂഗിൾ മാപ്സ് റെഡിലി അവൈലബിൾ ആണ്. പക്ഷേ ഗൂഗിൾ മാപ്സ് പൈസ ആക്കും ഫ്രീ. അപ്പൊ API കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സാധനം റിട്രീവ് ചെയ്യാം, എന്നിട്ട് അപ്പൊ അങ്ങനെ ഇതാക്കി. അപ്പൊ പിന്നെ API വെച്ച് കിട്ടി. പക്ഷെ API വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതൊന്നും ശരി, നമ്മൾ സിമ്പിൾ സാധനം പിടിക്കാൻ പാടില്ലേ. അങ്ങനെ നമ്മളിത് എല്ലാവരും എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഗൂഗിൾ മാപ്സിൽ നമ്മൾ ഏതൊരു സ്ഥലം പോകണമെങ്കിലും ഗൂഗിളിൽ നോട്ടിഫിക്കേഷൻ വരും. അതായത് ഗൂഗിളില് ജസ്റ്റ് സാധാരണ നോട്ടിഫിക്കേഷൻ വരും, ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന് ഇത് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ഇമേജ് അല്ലെ നോട്ടിഫിക്കേഷൻ അപ്പൊ എനിക്ക് ആക്ച്വലി എന്ത് ചെയ്ത് ഇത് കിട്ടും. പക്ഷെ കുറെ ഡാറ്റ ഒരു കൊടുക്കില്ല, ജസ്റ്റ് ആ സൈന് മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന്റെ ഒരു ചെറിയൊരു ഇതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എങ്ങനെയൊക്കെ മൊത്തം കിട്ടിയത് ഞാനും കൊണ്ട്. അപ്പൊ കോർട്ടിലൊക്കെ കയറി എങ്ങനെയൊക്കെ സിസ്റ്റം ലെവൽ, കാരണം ഗൂഗിൾ ഭയങ്കര പ്രൊട്ടക്റ്റീവാ അത് വെച്ചിട്ട്. കാരണം ഓബിയസ് ആണ് അത്രയും നേരം, കാരണം നോട്ടിഫിക്കേഷൻ ഫുള്ള് ഡാറ്റ. പക്ഷെ എന്നാലും ഡയറക്ഷനും ഒരു കിലോ ഇതും കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ കൊടുത്തത്. അപ്പൊ ആക്ച്വലി കിട്ടുന്നുണ്ട് ജസ്റ്റ് ഡയറക്ഷനും, പിന്നെ എത്ര കിലോമീറ്റർ ഇങ്ങോട്ട് എത്ര ഇത് എവിടെ വന്നിട്ട് ഈ ബൈക്കിന്റെ ഫ്രണ്ടിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു കേസിന്റെ സെറ്റപ്പ് ഡയറക്ഷനോ ഇതും കാണും. അത് ആക്ച്വലി അത്യാവശ്യം കുറച്ച് നല്ല എന്റെ ഒരു പ്രാക്ടിക്കൽ ഒരു സാധനം. അപ്പൊ അതാണ് ഫസ്റ്റ് കോൺഫറൻസിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എന്താ തോന്നാറ്? അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നമാണല്ലോ, ഇങ്ങനെയുള്ള പ്രോജക്ട്സ് കണ്ടുപിടിക്കുക. ഇപ്പൊ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടാവാം. പക്ഷെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് എങ്ങനെ അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രോജക്ട്സോ സാധനങ്ങളോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം. ഇപ്പൊ ഞാൻ അതായത് നമ്മൾ അറൗണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് ഒരു ഇത് സംഭവം ഏത് എമൗണ്ട് ഓഫ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ ഇപ്പൊ എന്താ പറയാ, സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം, ഹോസ്പിറ്റൽ അങ്ങനത്തെ ലെവൽ ഓഫ് സാധനം ചിന്തിക്കില്ല. അപ്പൊ ഞാൻ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇതുമാതിരി തന്നെ. അപ്പൊ റാസ്ബെറി പൈ ക്യാമറ അല്ലേ, ആക്ച്വലി ആ റാസ്ബെറി പൈ ക്യാമറ ഞാൻ ആക്ച്വലി ഉപയോഗിക്കാം. അതിന്റെ AI ആക്സിലറേറ്റർ മോഡ്യൂൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമുക്ക് റാസ്ബെറി പൈയിൽ AI റൺ ചെയ്യാൻ പറ്റും, ചെറിയ മോഡൽസ് റൺ ചെയ്യാൻ പറ്റും. ലൈക്ക് ഓണിക്സ്, യോളോന്റെ ചെറിയ മോഡൽ റൺ ചെയ്യാൻ പറ്റും. അപ്പൊ ആക്ച്വലി അതില് ഞാൻ ചെറിയൊരു കോൺഫ്ലിക്റ്റ് കണ്ടുപിടിച്ച് അത് അവിടെയും കണ്ടു. അതായത് ഞാൻ എന്റെ ഈ സാധനം ചെയ്യുമ്പോൾ എനിക്ക് വന്ന് ചെറിയൊരു പ്രശ്നം, അതായത് പ്രശ്നമാകുമ്പോൾ ഞാൻ ജസ്റ്റ് കിറ്റ് കൊടുക്കുന്നു, ശരിയില്ല
അതായത് ഭയങ്കര അടിപൊളി. കാരണം റാസ്ബെറി ബൈക്കാർ ഒരു റെപ്പോസിറ്ററിൽ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ ചില ആൾക്കാരൊക്കെ റാസ്ബെറി ബൈക്ക് ഞാൻ പറയും ആരുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്ത് സ്വാഭാവിക താല്പര്യമായിട്ട് പുസ്തകം പക്ഷെ എന്നാലും ഓക്കെ. അപ്പൊ അതായത് ജസ്റ്റ് ചെറിയ പ്രോബ്ലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെ റിവോൾവ് ചെയ്യുന്ന ചെറിയ പ്രോബ്ലം അല്ലാണ്ട് ഈ വലിയ വലിയ മാനേജ്മെന്റ് സിസ്റ്റം മറ്റേ സാധനം ആ സാധനം അങ്ങനത്തെ ഒരു വലിയ വലിയ സാധനം ബിൽഡ് ചെയ്യാണ്ട് ഇപ്പൊ എന്താ ചെടി അത് ചെടി എന്തെങ്കിലുമൊക്കെ ചെറിയ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അതാണ് അതിന്റെ രീതി. അപ്പൊ അത് ഞാൻ ഓൾവേസ് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കാണാം അവിടെ കോളേജിൽ നിങ്ങൾ എല്ലാവരും കൂടി മറ്റേ എന്തോ റോക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കാൻ നോക്കുന്നു അത് നടക്കുന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. എപ്പോഴും ഒരു ദിവസം ഞാൻ ഇവിടെ കാണാറ് ഞാനൊരു ഒബ്സർവർ സെറ്റപ്പ് ചെയ്തിട്ട് ഇനി ബസ്സിൽ പാടിച്ചു തരാം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ആൾക്കാരെ അങ്ങനെ ക്യൂരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് എന്താ പറയാ രീതിയാണ്. അതാണ് അതായത് നമ്മളെന്താ പറയാ ഈ നമ്മൾക്കൊരു സാധനം എന്റെ മെയിൻ സംഭവം എന്താ പറയാ യൂഷ്വലി ഇപ്പൊ ഒരു പ്ലാൻ ഒരു സാധനം സെറ്റപ്പ് ചെയ്ത് ഞാൻ ഇനീഷ്യലി കുറെ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്യും. അതായത് ഇത് എങ്ങനെ ചെയ്യാം മറ്റേത് എങ്ങനെ പക്ഷെ എന്റെ പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്നും അപ്പുറത്തേക്കാണ് ഞാൻ നോക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ആ സ്കൂട്ടറിന്റെ സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞാനിപ്പോ അപ്പം തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാനിപ്പോ ഈ സ്കൂട്ടറിന്റെ ഞാൻ എവിടെ ഉപയോഗിക്കും, സ്കൂട്ടറിൽ ഞാൻ ഇത് ഇങ്ങനെ വെക്കണോ അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടറിൽ ഇത് തിരിച്ചു ഞാൻ ഇത് ഉപയോഗിക്കണോ അവിടെ പോയത് ഞാൻ അതിനെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ കളയും. പക്ഷെ ഞാൻ അവിടെ നേരെ ടൈമിൽ നേരെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുക ഞാൻ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാനൊരു ബേസിക് സാധനം സെറ്റപ്പ് ചെയ്താൽ പിന്നെ ഞങ്ങൾക്കൊരു ബേസായി ഇതിലാണ് ഞാൻ ഇനി ബിൽഡ് ചെയ്യാന്നുള്ളത് സാധനം. അത് ഇനീഷ്യലി ക്വസ്റ്റ്യൻസ് ചോദിക്കണം അങ്ങനെയല്ല. ഇനീഷ്യലി നമ്മൾ അധികം തോട്ട് കൊടുക്കണ്ട നമ്മൾ ഡംപ് സാധനം അതായത് നമ്മൾ അങ്ങ് ബിൽഡ് ചെയ്യുക. ആ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം നമ്മള് ഒരു സാധനം കുറെ ഓവർ തിങ്കിങ് സാധനം തന്നെ. അപ്പം ആ സാധനം നമ്മളിങ്ങനെ ഇപ്പൊ എന്താ ഇൻട്രസ്റ്റിംഗ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊജക്ടുകളൊക്കെ ആണോ? ഇപ്പം ആക്ച്വലി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പൊ ആക്ച്വലി ലോക്സീക്ക് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് ഒബ്സിഡിയൻ നോട്ട് ടേക്കിംഗ് ആണ്. അപ്പൊ ഒബ്സിഡിയന്റെ ബാക്കി ഒരു ഓപ്പൺ സോഴ്സ് വെർഷൻ ആണ് ലോക്സി. ഓക്കെ ലോക്സി സ്പെല്ലിംഗ് ഞാനൊരു 3 കൊല്ലമായിട്ട് ഞാൻ ലോഗ് എക്സിക്യൂ ആണ്. അതല്ല ഞാനിപ്പോ മറ്റേ നമ്മള് കുറച്ച് കാര്യങ്ങളായി ക്ലൗഡ് ഇതുവരെ അവർ സപ്പോർട്ട് കൊണ്ടുവന്നിട്ട് അതാണ് അതായത് ക്ലൗഡ് സപ്പോർട്ട് കൊണ്ടുപോയി. അപ്പൊ എനിക്കെന്താ എന്റെ 10-20 ലോസ് എന്റെ ഫോണിൽ കുറെ ഫോണിൽ ലാപ്ടോപ്പ് അതാണ് കണ്ടോ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ പ്രശ്നം കണ്ടുപിടിക്കുക. ആരെയൊക്കെ നമുക്ക് ആവശ്യം ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാം ഞാനൊരു ലോക്കൽ സെർവർ സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ലോക്കൽ സെർവർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്ത് ലോക്കലി ഹോസ്റ്റ് ചെയ്യാം എന്നുള്ള അതിന്റെ സാധനം അതന്നെ. പക്ഷെ അത് അവിടെ ഒരു ഇതിൽ നിന്നല്ലോ ഓക്കെ ഇതാണ് എന്നെ പ്രശ്നം എനിക്ക്. പക്ഷെ ഇത് നമ്മൾ പ്രശ്നം എങ്ങനെ വിടരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ച് അവൻ ഗിറ്റ് ഉണ്ടല്ലോ നമ്മള് എപ്പോഴും ഏത് ഡിവൈസ് ഇതാക്കുമ്പോൾ നമുക്ക് ഗിറ്റിലേക്ക് സാധനം ഓട്ടോമാറ്റിക്കലി സിങ്ക് ആണ്. ഇതാണ് ഐഡിയ. ഇതെങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് നമ്മളത് അവിടെ സെറ്റ് ആക്കി ശരി അവര് ഫോൾഡേഴ്സ് ആയിട്ടാണ് അതായത് മാർക്ക് ഡൗൺ ലൈൻ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് കിട്ടില്ല. അപ്പൊ അതാണ് ഐഡിയ. ഇത് എങ്ങനെ ചെയ്യും എന്തിനുകൊണ്ട് ഇംപ്ലിമെന്റ് ഒന്നുമില്ല. നമ്മളപ്പോ ലാപ്പ് എടുക്കുന്നു അപ്പൊ ഞാൻ ഒരു ബെറ്റർ ഗിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഗിറ്റ് വഴി ഞാൻ ഇത് ആക്ച്വലി ഫുള്ള് സിങ്ക് ചെയ്യാം. കാരണം ഞാൻ ഗിറ്റ് വഴി ഇനീഷ്യലി സിങ്ക് ചെയ്യാൻ നോക്കി. പക്ഷെ നമ്മൾ മാനുവലി സിങ്ക് ചെയ്യുമ്പോൾ കോൺഫ്ലിക്ട്സ് വരും. പിന്നെ കോൺഫ്ലിക്ട് നോക്കി ഇപ്പുറത്ത് സെറ്റപ്പ് ചെയ്യാൻ ഭയങ്കരമാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇതൊന്ന് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പൊ എന്റെ അത് റെസ്റ്റിലാക്കി ബിൽഡ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ എന്റെ ഇപ്പത്തെ ഒരു പരിപാടി. നമ്മളിങ്ങനെ പേഴ്സണൽ എന്റെ സാധനം ഞാൻ മാക്സിമം എല്ലാ സാധനവും അവിടെ ഡോക്യുമെന്റ് ചെയ്യാൻ ഭയങ്കര സ്റ്റിൽ ഞാൻ ഇങ്ങനെ കുറെ സാധനങ്ങൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ മറ്റേ മാപ്പില്ലേ മാപ്പിനകത്ത് ഇങ്ങനെ ഒരു 3 കൊല്ലം 4 കൊല്ലം ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഹാഷ്ടാഗ് ഇട്ടിട്ട് ഞാൻ ഋഷിനെ നോക്കുമ്പോ ഋഷിനെ ഇവര് സംസാരിച്ചിട്ടുണ്ട് അത് നല്ല രസമാണ്. ആൾക്കാരൊക്കെ പറയുന്നത് സെക്കൻഡറി ബ്രെയിനാ. ഞാൻ അങ്ങനെയല്ല പക്ഷെ എന്നാലും ഒരു സെറ്റപ്പിന് ഓടുന്നുണ്ട്. പക്ഷെ എന്നാലും സിങ്ക് ചെയ്യാൻ പറ്റില്ല. ലോകത്തേക്ക് യൂസ് ചെയ്യുന്ന വേറൊരാളെ ഇപ്പോഴാണ് കാണുന്നത്. അടിപൊളി സാധനല്ലേ. ഞാൻ കുറെ ആൾക്കാർക്ക് വൗച്ച് ചെയ്യാറുണ്ട് അതൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചൊന്നും ഇരിക്കണം. ആ ഒരു ഐഡിയ കത്തണം. ആ നോട്ട് ടേക്കിംഗ് ഐഡിയ കത്തണം. കത്തിക്കാൻ ഭയങ്കര അടിപൊളിയായി. പിന്നെ അതിനകത്ത് കുറെ എക്സ്റ്റൻഷൻസ് ആൾക്കാർ അതിലാക്കിട്ട് ഇത് ഗിറ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഞാൻ ആക്കിയത് ഇത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ലിനക്സില് വിൻഡോസ് എന്റെ ദിവസം ആൻഡ്രോയിഡ് ലിനക്സ് വിൻഡോസ് 3 അപ്പൊ ഫുള്ളിൽ ഒറ്റൊരു സാധനത്തിൽ അതാണ് ഞാൻ ചെയ്യുന്നത്. കൊള്ളാം. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ്ലി കുറെ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റീഡിംഗ് ഹാബിറ്റ്സ് ഉണ്ടോ? റീഡിംഗ് ഹാബിറ്റ്സ് ഒരു മൂഡ് വന്നാലുണ്ട്. എന്താ ഇൻട്രസ്റ്റിംഗ് ബുക്ക്?
അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഫാരൻഹീറ്റ് 450 ആണ് ആക്ച്വലി കൂടാ. ഓക്കെ. ആരുടെ ബുക്കാണ്? എന്താ പറയാം. അത് ബേസിക്കലി നമ്മൾ ഈ ബുക്ക് ഒരു സെൻസേർഡ് സാധനമായി പറയാം. ബേസിക്കലി ക്യാപിറ്റലിസം സാധനം അറൗണ്ട് റിവോൾവ് ചെയ്യുന്നതാണ്. റിവോൾവ് ചെയ്യുന്ന ഒരു സാധനം. അപ്പൊ ബുക്ക് എന്തോ ഒരു പ്രശ്നമുള്ള എൻറ്റിറ്റി ആണ്. ബുക്കിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കത്തിച്ച് കളയാ. ഈ ഫാരൻഹീറ്റ് 451 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബുക്ക് കത്തുന്ന ടെമ്പറേച്ചറോ അങ്ങനെ എന്താണ് ഐഡിയ. സ്പോയിലർ മക്കളെ ആരെയൊക്കെ വായിക്കാനോ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോ ബുക്ക് കത്തിച്ച് കളയാന്നുള്ള സംഭവം. അപ്പോ ഇതേമാതിരി ഒരു ഫയർ ഫൈറ്റർ ഉണ്ട്. അപ്പൊ മൂപ്പര് ഇത് ഒരു സമയത്ത് ഈ ബുക്ക് ഇങ്ങനെ ഇതാകും. ബുക്ക് കത്തിക്കുന്ന ടൈമിൽ ബുക്ക് എടുത്ത് വെക്കുന്നു. ഒരു മൂപ്പരെ ഫണ്ട്സ് കാണുന്നു, ഇങ്ങനെ ഇതാക്കുന്നു. ആയിരം പരിപാടി. യെസ്, കൊള്ളാം. ഏത് ബന്ധമായിരുന്നു അപ്പം മേക്കർ ഓഫ് ദ മന്ത് അവാർഡ് കിട്ടിയത്? ഡിസംബറിലല്ലേ? മേക്കർ ഓഫ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആക്ച്വലി ജനറലി അപ്പൊ ഋഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സാധനങ്ങൾ. അപ്പൊ ഋഷിയുടെ പ്രൊഫൈലും സാധനങ്ങളും പ്രൊജക്ട്സും ഒക്കെ എന്ത് ചെയ്യുക, എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. എവിടെയൊക്കെ മറന്ന കുറച്ച് പ്രൊജക്ടുകൾ ഉണ്ടാവും. ചെറിയ എവിടെയൊക്കെ കിടക്കട്ടെ. എല്ലാം ഡീറ്റെയിലില്ലേ? ഡീറ്റെയിൽ എല്ലാം കിടക്കുന്നുണ്ട്. അപ്പം ചെക്കൗട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും പറയണോ? വേറെന്താ ഇപ്പൊ ഇവിടെ ഒന്നിലെ കുസാറ്റി കാണും, അല്ലെങ്കിൽ സ്പേസിൽ കാണും. അതാണ് എപ്പോഴും എന്തെങ്കിലും സാധനം വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അധികം ഹലോ അപ്പൊ ഞാൻ സ്പേസിലാണോ? അതാ വീട്ടിൽ ലിറ്ററലി അമ്മ സ്പേസിൽ. ഓക്കെ ശരിയതാ. വിളിച്ചാൽ കിട്ടില്ല കയ്യിൽ പ്രശ്നങ്ങളുണ്ട് വേറെ. അത് പ്രശ്നം അത് കറക്റ്റ് ആയി. പക്ഷെ നന്നായി ഒരു പ്രശ്നം ഉണ്ടായില്ല സംഭവിച്ചിരിക്കും. ഒരു കാര്യത്തിൽ അത് മെയിൻ പ്രശ്നം. അത് എനിക്ക് ഏറ്റെടുക്കാൻ ഭയങ്കര എനിക്ക് ഇങ്ങനെ എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതായത് അപ്പൊ ഞാനിപ്പോ ഒരു സാധനം എടുക്കും. അപ്പൊ ഞാൻ അത് ചെയ്യും. അതായത് ചെയ്യും. പക്ഷെ ആ ടൈമാണ് എന്റെ കയ്യിൽ. അതായത് ചെയ്യുന്ന തീർക്കുന്ന എനിക്കറിയാം. അപ്പൊ ഞാനിത് എടുക്കും. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് എനിക്കതും ചെയ്യണം. അപ്പൊ ഇത് ചെയ്യും. അപ്പൊ എല്ലാം കൂടി കഴിഞ്ഞെടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആണ് ഫോമാണ് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഫോമാണ്. എന്തായാലും ഇപ്പൊ കൊള്ളാം. എന്നെ അഫക്ട് ചെയ്ത എന്റെ പ്രശ്നമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടില്ല. ആക്ച്വലി ഒരു നൈസ് തോട്ടാണ്. ഞാൻ ഇതുവരെ അത് ആലോചിച്ചില്ല. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഇല്ല. പ്രോബ്ലം സോൾവിംഗ് അല്ല, ബേസിക്കലി നമ്മളിങ്ങനെ ചെയ്ത് അത് പ്രോബ്ലം സോൾവിംഗ് തിങ്ക് ചെയ്യാൻ പറ്റണമല്ലോ. കാരണം ഗിറ്റ് ഞാൻ കുറെ കാലം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. തിങ്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ വർക്ക് ചെയ്യുന്നു. മറ്റേ ബേസിക്കലി മറ്റേ എന്ത് സാധനം ഹാമർ ഇട്ട് അടിക്കാന്നുള്ള ഒരു സാധനം. ഞാൻ കുറെ കാലം ഗിറ്റ് യൂസ് ടു ഒരു സിംഗിങ് ടൂൾ ആയതിനെ കൊണ്ട് ഞാൻ എല്ലാം വീട്ടിൽ ആലോചിക്കുന്നുണ്ടോ ആ ഒരു സംഭവമാണ് തോന്നുന്നുണ്ട്. പരിപാടികൾക്ക് ഓഫ് കോഴ്സ് ഓക്കെ ഗൈസ് ബൈ.